അനുവാ അനുവാ നാളെ ഒരു പോയിട്ട് കിട്ടിയേ അവിടെ
സോ ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. നമുക്കപ്പോ ഇന്നലെ കുറച്ച് നമ്മൾ ചെയ്തായിരുന്നു. എവിടെയാ പോസ്റ്റ് ചെയ്യുന്നവരും ചെയ്തായിരുന്നു. അപ്പൊ ബാക്കി നമുക്ക് തുടങ്ങാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. ഇന്നത്തെ ഒരു ചെറിയൊരു കറക്ഷനേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സെറ്റായി നമുക്കിനി ഗിറ്റും ഗിറ്റ് ഹബും പിന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എങ്ങനെ ലൈവ് ആക്കാന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഇന്നലെ എടുത്ത അത്രയും തന്നെ എടുത്ത് വെച്ചു വരും നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാൻ അവിടെ സ്ക്രീൻ ഷെയർ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാമേ. നമ്മൾ ഇന്നലെ എടുത്തു വെച്ചത് ഒരു മിനിറ്റ്, വെബിനാറിലുള്ള നമ്മുടെ മെയിൻ സ്റ്റാക്ക് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷനിൽ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്ലയന്റും ഉണ്ടായിരുന്നു, സെർവറും ഉണ്ടായിരുന്നു. അപ്പൊ ക്ലയന്റ് എന്നുള്ളത് എന്താണ്? നമ്മുടെ ഭാഗത്ത് ഫ്രണ്ട് എൻഡ് ആണ്. സെർവർ എന്നുള്ളത് എന്താണ്? നമ്മുടെ ബാക്ക് എൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെർവറിനെ റൺ ചെയ്യാനിടണം. സെർവറിനെ റൺ ചെയ്യാനിട്ടാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡാറ്റാബേസിലോട്ടായാലും അല്ലെങ്കിൽ സെർവറിൽ എഴുതിയിരിക്കുന്ന ഫങ്ഷൻസിലോട്ടായാലും നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴായാലും ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? സെർവറിനെ റൺ ചെയ്യണം. അപ്പൊ സെർവറിനെ റൺ ചെയ്യണം എങ്ങനെയാ? ഇപ്പൊ നേരെ സെർവർ എടുത്തു. സെർവറിന്റെ എന്ന് വെച്ചാൽ സെർവറിൽ ഇരിക്കുന്ന ഫോൾഡർ എടുത്തു. അവിടെ നിന്ന് ഞാൻ CMD അടിച്ച് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ നേരെ കോഡ് സ്പേസ് ഡോട്ട് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ആയി വരാൻ വേണ്ടി കോഡ് സ്പേസ് ഡോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നേരെ ടെർമിനലിലോട്ട് പോവുകയാണ്. ടെർമിനലിലോട്ട് പോയി ടെർമിനലിൽ വന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. എന്താണ് സെർവർ റൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന്. എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്തായിരുന്നു? നോഡ് നോഡ് യൂസ് ചെയ്താണല്ലോ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണം. അപ്പൊ നോഡ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ സെർവറിനെ റൺ ചെയ്യണം. അപ്പൊ ഞാൻ കൊടുക്കുന്നു നോഡ്. നോഡ് യൂസ് ചെയ്തിട്ട് ഏത് ഫയലിനെയാണ് റൺ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ടത്. നോഡ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ റൺ ചെയ്യാനുള്ള ഫയൽ ഏതായിരുന്നു? index.js ആണ്. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് നോഡ് index.js എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ എന്തായി? എന്റെ സെർവർ ഇപ്പോൾ റണ്ണിങ് ആണെന്ന് പറഞ്ഞു. അതും ഏത് പോർട്ടില്? പോർട്ട് 5000. അതുപോലെ തന്നെ MongoDBയും കണക്ട് ആയി. അപ്പൊ എന്റെ സെർവറിന്റെ ആ ഒരു റണ്ണിങ് എന്തായി? പെർഫെക്റ്റ് ആയിട്ട് നടന്നു. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു? എന്റെ സെർവറിനെ റൺ ചെയ്തു. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ സെർവറിനെ ആദ്യം റൺ ചെയ്തിടുക. അപ്പൊ ഞാൻ സെർവറിനെ അവിടെ റൺ ചെയ്തു. എന്താണ്? നോഡ് ആ ഫയലിനെ ഞാനിപ്പോ എന്റെ ഫയലിന്റെ പേര് കൊടുത്തേക്കണം index.js ആണ്. അതുപോലെ നിങ്ങൾ ഫയലിന്റെ പേര് കൊടുത്തേക്കണം ആ പേര് കൊടുക്കുക. നോഡ് സ്പേസ് നിങ്ങൾ ഏത് ഫയലാണോ ആ സെർവറിന് കൊടുത്തേക്കണേ ആ സെർവറിന്റെ പേരിടാം. എന്നിട്ട് നേരെ റൺ ചെയ്യുക. അപ്പൊ എന്റെ സെർവർ റൺ ആയി. അതവിടെ ഇരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രണ്ട് എൻഡിൽ എടുക്കണം. ഫ്രണ്ട് എൻഡ് അഥവാ ക്ലയന്റ് സൈഡ്. ക്ലയന്റ് സൈഡ് എടുക്കാനും സെയിം തന്നെ CMD അടിച്ചു. CMD അടിച്ചിട്ട് നമുക്ക് ഈ വന്നേക്കുന്ന ഫോൾഡറിനെ VS കോഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് CODE സ്പേസ് ഡോട്ട് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? VS കോഡിൽ ഇതിനെ ഓപ്പൺ ചെയ്തെടുത്തു. VS കോഡിൽ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് വരും. ഈ പ്രോംപ്റ്റിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? ടെർമിനലിൽ വന്നിട്ട് നേരെ എന്റെ ഫ്രണ്ട് എൻഡ് റൺ ചെയ്യാനുള്ള കമാൻഡ്. ഫ്രണ്ട് എൻഡ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് എന്ത് യൂസ് ചെയ്തായിരുന്നു? റിയാക്ട് യൂസ് ചെയ്തായിരുന്നു. ബാക്ക് എൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്ത് യൂസ് ചെയ്തായിരുന്നു? എക്സ്പ്രസും നോഡും യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ MongoDB യൂസ് ചെയ്തു. അങ്ങനെ ഫുൾ മേണിന്റെ പ്രൊജക്റ്റാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പൊ ഒരു ഫ്രണ്ട് എൻഡ് റൺ ചെയ്യാൻ, അതായത് റിയാക്ട് സൈഡ് റൺ ചെയ്യാൻ വേണ്ടി നമ്മളുടെ കമാൻഡ് എന്തായിരുന്നു? npm റൺ ഡെവലപ്മെന്റ് അഥവാ npm റൺ ഡെവ് എന്നുള്ളതാണ്. അപ്പൊ ഞാനത് അടിച്ചു. അപ്പൊ എന്തായി? എന്റെ ഫ്രണ്ട് എൻഡും എനിക്കിവിടെ
റൺ ആയിട്ട് കിട്ടി. അപ്പൊ എന്തൊക്കെയാ എന്റെ വരട്ടെ കേട്ടോ. എന്റെ ഫ്രണ്ട് എൻഡ് ആയി ഇവിടെ. അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഇവിടെ റൺ ആയി കിടപ്പുണ്ട്. ഇനി എന്തുണ്ട്, മോങ്കോ ഡി ബി ഉണ്ട്. മോങ്കോ ഡി ബിനെ നമ്മൾ ഇതുപോലെ പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ക്ലൗഡിൽ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടേക്കുകയാണ് അല്ലേ. മോങ്കോ ഡി ബിനെ നമുക്കിപ്പോൾ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഞാനിവിടെ വന്നിട്ട് എന്റെ മോങ്കോ ഡി ബി എടുക്കുകയാണ്. സൈൻ ഇൻ ചെയ്യട്ടെ. സൈൻ ഇൻ. സൈൻ ഇൻ ചെയ്തപ്പോൾ എന്താണ്, എന്റെ മോങ്കോ ഡി ബിയുടെ ആ ഒരു ഡാറ്റാബേസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റി. ഇയാളെ എപ്പോഴെപ്പോഴും പോയിട്ട് നമുക്ക് റൺ ചെയ്യണ്ട, റൺ ചെയ്യാനുള്ള കമാൻഡ് നമ്മുടെ കയ്യിൽ ഇല്ല, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇയാൾ ഓൾറെഡി ഹോസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഹോസ്റ്റഡ് ആണ്. ഹോസ്റ്റ് ആയിട്ട് ഇയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമുക്ക് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ നമുക്ക് ചെയ്യേണ്ടതാണ്, ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും റൺ ചെയ്യണം. അതിൽ ബാക്ക് എൻഡിനെ ഞാൻ ഇവിടുത്തെ റൺ ചെയ്ത കമാൻഡ് നോഡ് ഇൻഡെക്സ് ഡോട്ട് ജി എസ്. അപ്പൊ എന്റെ ബാക്ക് എൻഡിൽ അഥവാ സർവർ റൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മോങ്കോ ഡി ബി ആയിട്ട് കണക്ട് ആയി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഫ്രണ്ട് എൻഡ് റൺ ചെയ്യാൻ വേണ്ടി നോഡ്, അതായത് npm റൺ ഡെവ് യൂസ് ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് എൻഡും കണക്ട് ചെയ്തു. അതുകൂടെ റണ്ണായി. ഇനി ഇന്നലത്തെ നമ്മുടെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഇപ്പോ ഒരു പ്രൊഡക്റ്റ് ബുക്ക് എന്നും പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അതെന്താണ്, ഡാറ്റ ഇവിടെ ബാക്ക് എൻഡിൽ വന്നിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു എങ്ങനെയാണ് ക്ലസ്റ്റേഴ്സ് എടുക്കുക. ഈ ക്ലസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലസ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഓരോരോ ക്ലസ്റ്റേഴ്സ് ഇവിടെ കാണിക്കും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ഡാറ്റനെ നമുക്ക് ആക്സസ് ചെയ്ത് കാണാൻ പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി, ബ്രൗസ് കളക്ഷൻസ്. ഇവിടെ നോക്കാം എന്താണ് ബ്രൗസ് കളക്ഷൻസ്. ഈ ബ്രൗസ് കളക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാറ്റാസിനെ മൊത്തം അഥവാ കളക്ഷൻസ് മൊത്തം ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് വൈസ് കാണാൻ പറ്റും. ഇത് നോക്കിയേ, ഞാനിവിടെ ഐറ്റംസ് എന്നുള്ളിടത്താണ് എന്റെ ഡാറ്റ കൊടുത്തത്. ഈ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ്, എന്റെ ഡാറ്റ മൊത്തം ഉണ്ട്. നമ്മൾ ഇന്നലെ ആഡ് ചെയ്തില്ലേ, ബൂസ്റ്റ് ആഡ് ചെയ്തു, ഹോളിക്സ് ആഡ് ചെയ്തു, ക്വർട്ടി, ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ അധികം ആഡ് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് എന്റെ ബുക്ക് വരെ എന്റെ ക്ലൗഡിലുള്ള മോങ്കോ ഡി ബിയിൽ വന്നിട്ട് സാധനം സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഡാറ്റ കൊടുക്കുന്നതെല്ലാം നമ്മളുടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം, ഇങ്ങോട്ട് ഡാറ്റ എടുക്കണം. ഇങ്ങോട്ട് ഡാറ്റ എടുക്കണതിലാണ് നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോൾ നിർത്തി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ നിർത്തി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആകെ ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് നമ്മൾ ഇന്നലെ യൂസ് എഫക്ട് എന്നുള്ള ഒരാൾ ഉപയോഗിച്ചാണല്ലോ ഫ്രണ്ട് എൻഡിലെ ഡാറ്റനെ, അതായത് ഓട്ടോമാറ്റിക്കലി ഒരു പേജ് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോൾ, അതായത് ഒരു പേജ് ലോഡ് ചെയ്യുന്നത്, ഇപ്പൊ ഈ പേജ് ലോഡായി വന്നല്ലേ, ഈ പേജ് ഇതാണോ ലോഡായി വന്നു. ഈ ലോഡായി വരുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ അഥവാ സൈഡ് എഫക്ട് നടക്കണമെങ്കിലാണ് നമ്മൾ ആര് ഉപയോഗിക്കുന്നത്, യൂസ് എഫക്ട് എന്ന് പറഞ്ഞ ആള് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ആക്സെപ്റ്റ്സ് എ ഫംഗ്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഇംപെരറ്റീവ്ലി ഓർ പോസിബിളി എഫക്റ്റീവ് കോഡ്. അതായത് ഈ പേജിന് എഫക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോഡിനെ നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് എവിടെ പാസ് ചെയ്യണം, യൂസ് എഫക്റ്റീവ് പാസ് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാനിവിടെ ഫംഗ്ഷൻ ആയിട്ട് പാസ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഈ ഫംഗ്ഷനെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന ഇഷ്യൂ അതാണ്. ഈ ഫംഗ്ഷനെ പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഫംഗ്ഷനെ അവിടെ കോൾ ചെയ്തിട്ടില്ല. ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള ഒരു സിന്റാക്സ് എന്താണ്, ഫംഗ്ഷൻ നെയിം സ്പേസ് ഇടാ, സ്പേസ് ഇട്ടതിന് വിഷയമില്ല, എന്നിട്ട് എന്തിടാ, പാരാന്തസിസ് ഇടാ. ഫംഗ്ഷൻ നെയിം പാരാന്തസിസ്. നമ്മൾ ഇന്നലെ ചെയ്യാഞ്ഞത് എന്താണ്, പാരാന്തസിസ് ഇട്ടില്ല എന്നുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ഞാനിവിടെ പാരാന്തസിസ് ഇട്ടപ്പോൾ എന്റെ API ഞാൻ ഇവിടെ പേജ് റീലോഡ് ചെയ്യുമ്പോൾ എന്തായി, എന്റെ API കോളായി. എനിക്ക് അവിടെ ബാക്ക് എൻഡിലുള്ള എന്റെ ഡാറ്റ മൊത്തം എനിക്കിവിടെ കാണാനും പറ്റി. നോക്കുക, ഈ ബാക്ക് എൻഡിലുള്ള അല്ലെങ്കിൽ എന്റെ ഡാറ്റാബേസിലുള്ള എല്ലാ ഡാറ്റയും എനിക്ക് ഇവിടെ കാണാൻ പറ്റി. അതിനുവേണ്ടി എന്താ ചെയ്തത്, ജസ്റ്റ് ആ ഫംഗ്ഷൻ നെയിം നമ്മൾ കോൾ ചെയ്തില്ലേ, അതിന്റെ ഇപ്പുറത്ത് ജസ്റ്റ് ഒരു പാരാന്തസിസ് മാത്രം ഇട്ടാൽ മതി. ഇത്രയും ഒന്ന് ചെയ്തു നോക്കിയേ. ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചാറ്റിൽ പറയണേ. ആദ്യം സെർവർ റൺ ചെയ്തിടണം കേട്ടോ, ആരും വിട്ടു പോകരുത്. ആദ്യം സെർവർ റൺ ചെയ്തിടണം. സെർവർ റൺ ചെയ്തിട്ടതിന് ശേഷം മാത്രം ഫ്രണ്ട് എൻഡ് റൺ ചെയ്യുക. ഫ്രണ്ട് എൻഡ് റൺ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ യൂസ് എഫക്ട്. യൂസ് എഫക്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു എന്തിനായിരുന്നു, ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആളിനെ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുക, യൂസ് എഫക്റ്റിൽ പറഞ്ഞു കൊടുക്കുക. ഈ യൂസ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, യൂസ് വെച്ച് തുടങ്ങുന്നതെല്ലാം ഹുക്സ് എന്ന് പറയും. അതായത് റിയാക്ടിന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. റിയാക്ടിനെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഹുക്സ് എന്നുള്ളത്. ഹുക്സിനെ കുറിച്ച് പറയാൻ കുറെ അധികം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ
അതിലുള്ള രണ്ടാൾക്കാരാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രണ്ടാൾക്കാരാണ് യൂസ് എഫക്റ്റും യൂസ് സ്റ്റേറ്റും. യൂസ് സ്റ്റേറ്റ് എന്നുള്ളത് എന്താണ്, നമ്മൾ ഇത് പഠിച്ചായിരുന്നു. എന്താണ് ഒരു ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് മീൻസ് ഇവിടെ എന്താണ് ഡാറ്റ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡാറ്റ ഈക്വൽ ടു സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഡാറ്റേനെയാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സ്റ്റേറ്റിനെ അഥവാ ഡാറ്റനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, യൂസ് സ്റ്റേറ്റിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ യൂസ് സ്റ്റേറ്റിൽ രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഒന്ന് ആ വേരിയബിളിന്റെ പേര്, രണ്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഒരു വേരിയബിളിന്റെ പേരാണ് കോൺസ്റ്റ് ഐറ്റം നെയിം ഈക്വൽ ടു സ്ട്രിങ്. അതാണ് ഇവിടെ അർത്ഥം, കോൺസ്റ്റ് ഐറ്റം നെയിം. നമ്മളിവിടെ എന്താണ് സ്ട്രിങ് കൊടുത്തോണ്ട് ബൈ ഡിഫോൾട്ട് അയാൾ സ്ട്രിങ് ആണെന്നുണ്ട്. പിന്നെ എന്തുണ്ട്, സെറ്റ് ഐറ്റം നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. സെറ്റ് ഐറ്റം നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ സെറ്റ് ഐറ്റം നെയിമിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു. ഞാനിവിടെ സെറ്റ് ഐറ്റം നെയിമിന്റെ അവിടെ പറഞ്ഞു കൊടുക്കണതാണ് എന്റെ പേര് ശരത്ത് എന്നാന്ന് പറഞ്ഞു കൊടുത്താൽ ഇതെന്താ ഇവിടെ പോയിട്ട് ഈ ശരത്ത് എന്നുള്ള വാല്യൂ ഇവിടെ പോയിട്ട് സ്റ്റോർ ആവും, ഈ കാണുന്ന ഐറ്റം നെയിമിൽ പോയിട്ട് സ്റ്റോർ ആവും. ഇതാണ് ഈ കാണുന്ന യൂസ് സ്റ്റേറ്റിന്റെ ഒരു സിന്റാക്സ്, അല്ലെങ്കിൽ യൂസ് സ്റ്റേറ്റിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ചെയ്തതൊന്നുമില്ല, ജസ്റ്റ് ഈ കാണുന്ന യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ജസ്റ്റ് കോൾ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാരാന്തസിസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആ പാരാന്തസിസ് ഇട്ട് കൊടുക്കാം. പാരാന്തസിസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിനെ ഒഴിവാക്കണം എങ്ങനെയൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഇങ്ങനെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പറയണേ. ജസ്റ്റ് ആ ഫംഗ്ഷനോടെ കോൾ ചെയ്താൽ മാത്രം മതി. ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചാറ്റിൽ പറയണം കേട്ടോ. ഓക്കെ, ചെയ്തല്ലോ. ഇനി നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്, നമുക്കിവിടെ ഡോട്ട് ഡോട്ട് ഇട്ട്, അതായത് ഒരു ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നേക്കണേ, ഡോട്ട് 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 ഇട്ട് വന്നേക്കുന്നത്. അപ്പൊ ലിസ്റ്റ് ആയിട്ട് വന്നു, ഓക്കെ. പക്ഷെ എനിക്ക് ഇവിടെ ഡോട്ട് 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 ഇട്ട് കാണണ്ട, ജസ്റ്റ് ഇങ്ങനെ എലമെന്റ്സിന് ഇങ്ങനെ ഇങ്ങനെ കണ്ടാൽ മാത്രം മതി എന്നാണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അതായത് ലിസ്റ്റിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാഗ് ഉണ്ട്. നോക്കിയേ, യു എൽ എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ യു എൽ എന്നുള്ള ടാഗിന്റെ ഇവിടെ നമ്മളൊരു സ്റ്റൈല് പറഞ്ഞു കൊടുക്കണ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റൈൽ എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റൈലിന്റെ ഉള്ളിൽ ഒരു കേളി ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി വരും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേളി ബ്രാക്കറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. ഒരു കേളി ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി അവർ തരും, അതിന്റെ കൂടെ നമ്മൾ ഒരു കേളി ബ്രാക്കറ്റും കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കണതാണ് ലിസ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ലിസ്റ്റ് സ്റ്റൈല്. അതിനെ ഞാൻ നണ്ണാക്കി കൊടുക്കണേ. നണ്ണാക്കാൻ വേണ്ടി ഡബിൾ കോട്സിലാണ്, ഡബിൾ കോട്സിൽ ഞാൻ നണ്ണാക്കി കൊടുത്തപ്പോ എന്തായി, എന്റെ ഇവിടുത്തെ ആ ഡോട്ട് ഡോട്ട് പോയിട്ട് എനിക്കിങ്ങനെ കണ്ടന്റ് വന്നു. ഇനി കണ്ടന്റ് നമുക്ക് പിന്നെ സ്റ്റൈൽ ചെയ്യാം. എന്താ ചെയ്ത, ലിസ്റ്റ് സ്റ്റൈല് നണ്ണാക്കി കൊടുത്തു. പിന്നെ ഇന്നലെ നമ്മൾ ചെയ്ത് പോയപ്പോ ഇവിടെ കണ്ടായിരുന്നു എന്താണ്, ഡാറ്റ ഡോട്ട് മാപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ഈ ഡോട്ട് മാപ്പ് മീൻസ് ഒന്നുമില്ല, അതായത് ഇതിന്റെ ഉള്ളിലുള്ള, അതായത് ഈ ഡാറ്റ എന്നുള്ള ആളുണ്ടല്ലോ, നമ്മൾ ഈ ബാക്ക് എൻഡിൽ നിന്ന് കിട്ടുന്ന ഈ കാണുന്ന ഡാറ്റ,
ഈ ഡാറ്റ എന്നുള്ള ആളിനെ ഇത്രയല്ലോ, ഇതൊരു കളക്ഷൻ, ഇതൊരു കളക്ഷൻ, ഇതൊരു കളക്ഷൻ, ഇതൊരു കളക്ഷൻ, ഇതൊരു കളക്ഷൻ, ഇതൊരു കളക്ഷൻ, അങ്ങനെ ഇഷ്ടംപോലെ ഡാറ്റാസ് ഇല്ലേ. ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പിനെ യൂസ് ചെയ്യുന്നത്. മാപ്പ് അതായത് കോൾ ഡിഫൈൻഡ് കോൾ ബാക്ക് ഓൺ ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ. ഇവിടെ നിന്നുള്ള ഓരോ എലമെന്റിനും ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരോട് ഉപയോഗിക്കും? മാപ്പിനെ ഉപയോഗിക്കും. ഈ മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഐറ്റം ഇല്ലേ, ഇവിടുത്തെ ഈ ഓരോ ഐറ്റം ഇല്ലേ, ഈ ഐറ്റത്തിനെ നമ്മളിവിടെ ഐറ്റം എന്നും പറഞ്ഞ് കോൾ ചെയ്യുന്നത്. ഈ ഐറ്റത്തിനാണ് എന്ത് കോൾ ചെയ്യുന്നത്? ഐറ്റം എന്നും പറഞ്ഞ് കോൾ ചെയ്യുന്നത്. ഐറ്റം എന്ന് മാത്രമല്ല നമ്മൾ കോൾ ചെയ്യുന്നത്, ഐറ്റത്തിന്റെ ഇൻഡെക്സ്. ഇൻഡെക്സ് മീൻസ് ഒന്നുമില്ല. ഫസ്റ്റത്തെ ആൾക്ക് എന്തായിരിക്കും ഇൻഡെക്സ്? 1. രണ്ടാമത്തെ ആൾക്ക് എന്തായിരിക്കും ഇൻഡെക്സ്? 2. അങ്ങനെ അതിന്റെ ഇൻഡെക്സും കൂടി കോൾ ചെയ്ത് വിടണം. ജാവാസ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ റിയാക്റ്റിലുള്ള ഒരു ഫീച്ചറാണത്. അതായത് മാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എന്താണോ ഐറ്റം ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഡാറ്റ ആയിട്ട് കിട്ടുന്നത്, അതിന്റെ ഒപ്പം അതിന്റെ ഇൻഡെക്സ് ഇത് ഓട്ടോമാറ്റിക്കലി മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ഞാനിവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇൻഡെക്സ് എന്നും പറഞ്ഞ് കോൾ ചെയ്താൽ എന്താ ഉണ്ടാവണേന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയേ, ഔട്ട്പുട്ട് നോക്കിയേ, 0 1 2 3 4. അപ്പൊ നമുക്ക് ഇവിടെ നമ്പറിംഗ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഡെക്സ് പ്ലസ് 1 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? 1. ഇത്രയും സ്പേസ് പോരാ, കുറെ അധികം സ്പേസ് വേണമെങ്കിൽ ഇത്രയും ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? ഇത് വേണ്ട, ഇങ്ങനെ കൊടുക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ടിൽഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ടിൽഡ്, ഈ കാണുന്ന ആള്, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായി? ഒരു മിനിറ്റ്. ടിൽഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് ഇപ്പോ ഇത്രയും സ്പേസ് ആക്കി ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്താൽ നമ്പർ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഇൻഡെക്സിനെ ഞാനിവിടെ കോൾ ചെയ്തിട്ടു. ആ നമ്പറിന്റെ ഇപ്പുറത്തെ പേരും വന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇൻഡെക്സ് പ്ലസ് 1, അതായത് ഇൻഡെക്സ് പ്ലസ് 1 കൊടുത്തത് എന്തിനാണെന്ന് ശ്രദ്ധിക്കുക. ഇൻഡെക്സ് എന്നുള്ള കാര്യം സീറോയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അരയുടെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? സീറോയിലായിരിക്കും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് 1 വെച്ച് തുടങ്ങണം എന്നുള്ളതുകൊണ്ട് ഇൻഡെക്സ് പ്ലസ് 1 എന്ന് ആഡ് ചെയ്തു. അപ്പൊ 1 ആയി. എന്റെ ഫസ്റ്റ് എലമെന്റ് ബൂസ്റ്റ്, സെക്കൻഡ് എലമെന്റ് ഹോളിക്സ്, തേർഡ് എലമെന്റ് കേർട്ട്, അങ്ങനെ കുറെ ഇഷ്ടംപോലെ ഐറ്റംസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് പോയി. അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം ചെയ്തതാണ് ലിസ്റ്റ് സ്റ്റൈൽ നന്നാക്കി കൊടുത്തു. ഇതെന്തിനാ കൊടുത്തതെന്ന് നോക്കാം. ജസ്റ്റ് ആ കാണുന്ന, ഓക്കെ ഒരു മിനിറ്റ്, ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് വരുമായിരുന്നു. ഈ ഡോട്ട് ഡോട്ട് ഒഴിവാക്കാനാണ് നമ്മൾ ലിസ്റ്റ് സ്റ്റൈല് നന്നാക്കി കൊടുത്തത്. ഈ സിൻടാക്സ് നോക്കുക, സ്റ്റൈൽ ഈക്വൽ ടു ഒരു കേളി ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ലിസ്റ്റ് സ്റ്റൈല് നന്നെന്ന് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റ ഡോട്ട് മാപ്പ് ഇന്നലെ ചെയ്തത്, മാപ്പ് എന്നുള്ള എന്താണ്? ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ, ഒരു അരയുടെ ഉള്ളിലുള്ള ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാനാണ് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത്. മാപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ എലമെന്റിനെ കിട്ടും. ആ എലമെന്റിനെ നമ്മൾ ഐറ്റം എന്നും പറഞ്ഞ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇൻഡെക്സിനെ കോൾ ചെയ്തു. ആ ഇൻഡെക്സ് സീറോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻഡെക്സ് പ്ലസ് 1 എന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 0 പ്ലസ് 1 1, 1 പ്ലസ് 1 2, അങ്ങനെ ഇങ്ങനെയായിട്ട് കിട്ടും. ഇത്രയും ഒന്ന് ചെയ്തേ. ചെയ്തെങ്കിലൊന്ന് പറയണേ. ഇപ്പൊ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ ഒരു കുറച്ച് 6-7 പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നലെ ചെയ്തപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൂ. അതായിരുന്നു ഈ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പാരാന്തസിസ് പറഞ്ഞു കൊടുത്തില്ല. ആ പാരാന്തസിസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ 2 ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇവിടെ ഇനി നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡോട്ട് ഡോട്ട് വരും. അതിനുവേണ്ടി സ്റ്റൈല് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ആളിനോട് കോൾ ചെയ്തു. ഇത്രയുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഇന്നലെ ചെയ്ത സെയിം കാര്യം തന്നെ അതിന്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ പാരാന്തസിസ് കോൾ ചെയ്തപ്പോൾ ആ ഫംഗ്ഷൻ എനിക്ക് ഇവിടെ കോളായി കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഈ ഔട്ട്പുട്ടിന്റെ അവിടെ ഡോട്ട് ഡോട്ട് വന്നു. ആ ഡോട്ട് ഡോട്ട് ഒഴിവാക്കാൻ വേണ്ടി ലിസ്റ്റിന്റെ അവിടെ ലിസ്റ്റ് സ്റ്റൈൽ നന്നായിട്ട് കൊടുത്തപ്പോൾ ഈ ഡോട്ട് ഡോട്ട് ഒഴിവാക്കി എനിക്ക് കിട്ടി. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്പർ വരാൻ വേണ്ടി ഇൻഡെക്സ് പ്ലസ് 1 ചെയ്തു. ഇത്രയും ചെയ്തോ?
പുതുതായിട്ട് വന്നവർക്കാണ് ഞാൻ പറയാം. ഇതാണ് ഇവിടെ ചേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കാര്യം സെറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് എൻഡിലാണ് ചെയ്തേക്കുന്നത്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയാമോ? ജസ്റ്റ് ഒരു കോഡ്സ് ഇട്ടാൽ മതി. ഓക്കെ, ഡൺ. ഓക്കെ, ഗുഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾക്കിപ്പോ ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, പുതുതായിട്ട് രണ്ടു മൂന്ന് പേരും കൂടി വന്നിട്ടുണ്ട്. അവർ ചാറ്റിൽ ഒന്ന് നോക്കുക എന്താണ് ചേഞ്ച് ചെയ്തേക്കണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, യൂസ് എഫക്റ്റിന്റെ ഉള്ള ആ ഫംഗ്ഷന് ഞാൻ ഒരു പാരാന്തസിസ് ഇട്ട് കോൾ ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് മീൻസ് എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ഈ സിസ്റ്റത്തിന് മാത്രമല്ല, പുറത്തുള്ളവർക്ക് നമ്മുടെ ഈ ചെയ്തേക്കുന്ന പ്രൊജക്ട് അതൊരു വളരെ മിനി പ്രൊജക്റ്റ് ആണ്. നമുക്ക് ചെറിയൊരു ഷോർട്ട് സ്പാൻ കൊണ്ട് നമ്മളൊരു 1 വീക്ക് കൊണ്ടൊക്കെ ചെയ്തെടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇനി പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എല്ലാവരും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗിറ്റ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഗിറ്റിനെ നമുക്കൊന്ന് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഗിറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു CMD എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഈ കാണുന്ന സെർവറും ഗിറ്റിലിടണം, ക്ലയന്റും ഗിറ്റിലിടണം. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം സെർവറിനെ എടുക്കാം. നോക്കി കാണുന്ന സെർവർ എടുക്കാം. സെർവറിനെ ജസ്റ്റ് CMD എടുക്കാം. ശ്രദ്ധിക്കാൻ ഇവിടെ എന്താ ചെയ്തത്? നമുക്ക് ഈ ക്ലയന്റിനെ ഗിറ്റിലിടണം, സെർവറിന് ഇടണം. രണ്ടും രണ്ടായിട്ടാണ് ഉള്ളത്. നമ്മൾ സെർവറിനെ നമ്മൾ ഗിറ്റിൽ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെൻഡർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, അതായത് വെബ് സർവീസസ് അല്ലെങ്കിൽ APIs അല്ലെങ്കിൽ ബാക്ക് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെൻഡർ ആണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെൻഡർ ആണ്. അപ്പൊ റെൻഡർ യൂസ് ചെയ്താണ് സെർവറിനെ ഹോസ്റ്റ് ചെയ്യുന്നത്. ക്ലയന്റിനെ നമ്മൾ വെർച്വൽ യൂസ് ചെയ്താണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇത് രണ്ടാൾക്കാരെ നമ്മൾ ഗിറ്റ് ഹബിൽ ഇടണം. ഗിറ്റ് ഹബിൽ നിന്നാണ് ഈ വെർച്വലും റെൻഡറും വർക്ക് ചെയ്യിക്കുന്നത് നമ്മൾ ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സെർവർ എടുത്തു. സെർവറിനെ ഗിറ്റിൽ ഇടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഗിറ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ CMD അടിച്ചിട്ടുണ്ട്. CMD അടിച്ചപ്പോൾ എന്റെ കമാൻഡ് പ്രോംപ്റ്റ് വന്നു. കമാൻഡ് പ്രോംപ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ഗിറ്റ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കമാൻഡ് അടിക്കണം. ഗിറ്റ് കോൺഫിഗ് സ്പേസ് മൈനസ് മൈനസ് ഗ്ലോബൽ സ്പേസ് യൂസർ ഡോട്ട് നിങ്ങളുടെ പേര്. യൂസർ ഡോട്ട് ഇവിടെ നെയിം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ പേര് യൂസർ നെയിം ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ അത് ചാറ്റിലും കൂടി ഇട്ടേക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഗിറ്റ് എടുക്കുന്നത് എങ്കിൽ ആദ്യമായിട്ടാണ് ഗിറ്റ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കമാൻഡ്, ഈ നെയിം എന്ന് ഞാനിവിടെ ഡബിൾ കോട്ട്സിൽ അടിച്ചിട്ടില്ല, അതിന് പകരം നിങ്ങളുടെ യൂസർ നെയിം, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇങ്ങനെയാണെങ്കിൽ NB ശരത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അതുപോലെ നിങ്ങളുടെ നെയിം എന്ത് ചെയ്യുക? ഈ ഡബിൾ കോട്ട്സ് ഒഴിവാക്കണം കേട്ടോ. ഡബിൾ കോട്ട്സ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക. യൂസർ ഡോട്ട് നെയിം എന്നുള്ളത് കൊണ്ടുവന്നിട്ട് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് തരാം ചാറ്റില്. യൂസർ ഡോട്ട് നെയിം മാത്രമല്ല, ആദ്യം ഈ യൂസർ ഡോട്ട് നെയിം അടിച്ചിട്ട് എൻ്റർ അടിക്കണം. ഓക്കെ, യൂസർ ഡോട്ട് നെയിം അടിച്ചിട്ട് എൻ്റർ അടിച്ചതിന് ശേഷം യൂസർ ഡോട്ട് ഇമെയിലും നിങ്ങളുടെ ഗിറ്റ് ഹബിൽ നിങ്ങൾ ലോഗിൻ ചെയ്തില്ലേ? ഗിറ്റ് ഹബ് നിങ്ങൾ എല്ലാവരും അക്കൗണ്ട് എടുത്തല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അക്കൗണ്ട് എടുക്കാൻ. ഗിറ്റ് ഹബിൽ നിങ്ങൾ എടുത്ത അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഇമെയിൽ ID കൊടുത്തില്ല, ആ സെയിം ഇമെയിൽ ID വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നെയിമും കൊടുക്കുക, ഇമെയിലും കൊടുക്കുക. എൻ്റെ ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ ഗിറ്റ് ഹബ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് കമാൻഡുകൾ ആ CMD എടുക്കുക, സെർവറിന്റെ CMD എടുത്തിട്ട് കൊടുക്കുക. ഗിറ്റ് കോൺഫിഗ് മൈനസ് മൈനസ് ഗ്ലോബൽ യൂസർ ഡോട്ട് നെയിമും ഗിറ്റ് കോൺഫിഗ് മൈനസ് മൈനസ് ഗ്ലോബൽ യൂസർ ഡോട്ട് ഇമെയിലും. ഇത് ആദ്യമായിട്ട് നമ്മൾ ഗിറ്റ് എടുക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഗിറ്റ് എടുക്കുന്നത്. അപ്പൊ ഗിറ്റിന് ലോഗിൻ പോലത്തെ ഒരു മെക്കാനിസം ആണ്. നമ്മൾ ആദ്യമായിട്ട് ഗിറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വരും. അപ്പൊ ഇങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇത് ചെയ്തതിന് ശേഷം
നമ്മൾ അടുത്തൊരു കമാൻഡ് നമ്മൾ ഇവിടെ അടിക്കും. അതാണ് git init. ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞാൽ ഗിറ്റിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. ഗിറ്റ് ഇനീഷ്യലൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗിറ്റ് ഇന്നിറ്റ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ് ഗിറ്റ് ഇന്നിറ്റ്. git ഗിറ്റ് ഇന്നിറ്റ് കൊടുക്കുക. ഗിറ്റ് ഇന്നിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഗിറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. നമ്മളുടെ ഈ ഒരു സെർവർ എന്ന് പറഞ്ഞ ആളിനോട് പറഞ്ഞു കൊടുക്കുക. ഇത്രയും നാൾ നമ്മൾ ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. കമ്പ്യൂട്ടറിൽ ലോക്കൽ മെഷീൻ എന്ന് പറയും കേട്ടോ. അപ്പൊ നമ്മുടെ ലോക്കൽ മെഷീനിൽ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മൾ ഈ ചെയ്ത പ്രോഡക്റ്റ് ഗിറ്റിലോട്ട് ഇടണ്ടേ? അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? ഗിറ്റിനെ വിളിക്കണം. ഗിറ്റിനെ വിളിക്കാൻ വേണ്ടിയുള്ള കമാൻഡ് ആണ് ഗിറ്റ് ഇനീഷ്യലൈസേഷൻ. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനാണ്. ഗിറ്റിന്റെ എന്താണ് അവസ്ഥ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഗിറ്റ് സ്റ്റാറ്റസ്. ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതൊന്നും ഗിറ്റിലോട്ട് ഇട്ടിട്ടില്ല അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ചേഞ്ച് ചെയ്തേക്കണേ, ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഗിറ്റിലോട്ട് ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗിറ്റിലോട്ട് ഇടണം. അപ്പൊ ഗിറ്റിലോട്ട് ഇടുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ആളിനെ എന്ത് ചെയ്യണ്ട? ഗിറ്റിലോട്ട് ഇടണ്ട. ഈ കാണുന്ന നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ആളിനെ ഗിറ്റിലോട്ട് ഇടണ്ട. കാരണം ഇത് എന്താണ്? ഭയങ്കര വലിയ ഫയൽ ആയിട്ടുള്ള ആളാണ്. ഭയങ്കര വലിയ ഫയൽ സൈസ് ആണ് എന്തിന്? ഗിറ്റിലോട്ട് ഇടുമ്പോൾ ഉള്ള നോഡ് മൊഡ്യൂൾസ്. അപ്പൊ നോഡ് മൊഡ്യൂൾസിന് ഗിറ്റിലോട്ട് ഇടണ്ട. പകരം നമുക്ക് ആരുണ്ട്? പാക്കേജ് ജേസൺ ഉണ്ട്. പാക്കേജ് ജേസൺ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ എന്താണ്? നോഡ് മൊഡ്യൂൾസ് അവിടെ ഇൻസ്റ്റാൾ ആയിക്കോളും. നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നോഡ് മൊഡ്യൂൾസ് എന്ന്. നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ആയി കിടക്കുന്ന സ്ഥലമാണിത് നോഡ് മൊഡ്യൂൾസ് എന്നുള്ളത്. അതുകൊണ്ട് നോഡ് മൊഡ്യൂൾസ് നമുക്ക് കിറ്റിൽ ഇടണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ? എന്റെ സെർവറിൽ വന്നിട്ട് ഇവിടെ ഒരു പുതിയൊരു ഫയൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എന്റെ സെർവർ വന്നു. സെർവറിൽ വന്നിട്ട് ഞാൻ പുതിയൊരു ഫയൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗിറ്റ് ഇഗ്നോർ. നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്? ഗിറ്റിലോട്ട് എന്തെങ്കിലും ഒരു ഫോൾഡറോ ഫയലോ നിങ്ങൾക്ക് ഇടണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിടാം? ഗിറ്റ് ഇഗ്നോർ എന്നും പറഞ്ഞിടാം. അപ്പോൾ ഗിറ്റ് ഇഗ്നോർ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫയൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ ഫയലിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? നോഡ് മൊഡ്യൂൾസ് ഗിറ്റിലോട്ട് ഇടണ്ടെന്ന്. അതിന് ജസ്റ്റ് ഇവിടെ പേര് അടിച്ചു കൊടുത്താൽ മതി. ഈ ഫോൾഡറിന്റെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ നോഡ് അണ്ടർസ്ക്വയർ മൊഡ്യൂൾസ് എന്ന് അടിച്ചു കൊടുത്താൽ എന്താണ്? ഈ ആളിനെ പിന്നീട് എന്ത് ചെയ്യില്ല? ഗിറ്റ് ഇഗ്നോറിൽ ആഡ് ചെയ്യത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ക്രിയേറ്റ് എ ഡോട്ട് ഗിറ്റ് ഇഗ്നോർ ഫയൽ to avoid node modules uploading in Git. നമ്മൾ ഗിറ്റ് ഇഗ്നോർ ഫയൽ, ഒരു ഗിറ്റ് ഇഗ്നോർ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്തിനാണ്? നോഡ് മൊഡ്യൂൾസിനെ ഗിറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളും ചെയ്യുക. ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ എന്താണ്? നമ്മളുടെ ഈ പറഞ്ഞ നോഡ് മൊഡ്യൂൾസ് എന്താവും? ഇവിടെ നിന്ന് ഒഴിവായി കിട്ടിക്കോളും. കണ്ടില്ലേ? നോഡ് മൊഡ്യൂൾസ് ഇവിടെ നിന്ന് ഒഴിവായി പോയില്ലേ? അപ്പൊ നോഡ് മൊഡ്യൂൾസ് ഒഴിവായി പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഗിറ്റിലോട്ട് ആഡ് ചെയ്യാം. ഗിറ്റിലോട്ട് ആഡ് ചെയ്യാനുള്ള കമാൻഡ് ആണ് എന്ത്? ഗിറ്റ് ആഡ് ഡോട്ട്. ഞാൻ ഇതെല്ലാം ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയാണ്? സെർവറിലാണ് കേട്ടോ. നമ്മൾ ആദ്യം സെർവറിനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗിറ്റ് ആഡ് ഡോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ആളിനെ എന്ത് ചെയ്യുക? ഹോസ്റ്റ് ചെയ്യുക. ഗിറ്റ് ആഡ് ഡോട്ട് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്രയും ഫയൽസ് ഇല്ലേ, ഇത്രയും ഫയൽസിന് എന്താണ്? ഗിറ്റിലോട്ട് ആഡ് ആവും. അതിന് സ്റ്റേജിങ് ഏരിയ എന്ന് പറയൂ കേട്ടോ. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റിൽ പോകുന്നു. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ബോർഡിങ്ങിൽ കൊണ്ടുവന്നിരുത്തില്ല. ബോർഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തില്ലേ? ആ ഒരു സെക്ഷൻ പോലെ ഗിറ്റിലോട്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? ഗിറ്റ് ആഡ് ഡോട്ട്. അതിന് സ്റ്റേജിങ് ഏരിയ എന്ന് പറയും. ഇതൊരിക്കലും നമ്മളിപ്പോ ഗിറ്റിലോട്ട് ഇട്ടിട്ടില്ല. ഗിറ്റിലോട്ട് ഇടുന്നതിന് മുമ്പേ ബോർഡിംഗ് ആക്കി നിർത്തണം. പ്ലെയിനിലോട്ടും കയറിയിട്ടില്ല. നമുക്ക് പോകാനുള്ള പ്ലെയിൻ ഇല്ല, ആ പ്ലെയിനിലോട്ടും കയറിയിട്ടില്ല. അതിന് മുന്നേ ബോർഡിംഗ് ഏരിയയിൽ വന്ന് നിൽക്കുന്നതിനാണ് എന്താ പറയാ? ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറയാം. ഇപ്പൊ എന്താ? ഇത്രയും പേരാണ് പോകാനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗിറ്റ് ആഡ് ഡോട്ട്. ആഡ് ഡോട്ട് എന്ന് മീൻസ് എല്ലാ ഫയലും, ഈ കാണുന്ന എല്ലാ ഫയലിനെയും അർത്ഥം വെക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗിറ്റ് ആഡ് ഡോട്ട്. ഇനി ഗിറ്റ് ആഡ് ഡോട്ടിന് ശേഷം എന്ത് ചെയ്യണം? ഇനി ഇവരെയൊക്കെ പ്ലെയിനിൽ നമുക്ക് കയറ്റണം, നമ്മുടെ എയറോപ്ലെയിനിലോട്ട് നമുക്ക് കയറ്റണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ് -m മീൻസ് മെസ്സേജ്. നമ്മൾ എന്ത് ാണ് ഗിറ്റിലോട്ട് പുഷ് ചെയ്യുന്നതെന്നുള്ള ഒരു മെസ്സേജ് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഗിറ്റ് കമ്മിറ്റിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ആണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ -m. എന്താണ് നമ്മൾ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുന്നത്? നാം ഇപ്പോൾ പുഷ് ചെയ്യുന്നത് എന്താണ്? സെർവർ ഓഫ് മൈ ഫസ്റ്റ് മെയിൻ ആപ്ലിക്കേഷൻ അല്ലെ? നമ്മുടെ ഫസ്റ്റ് മെയിൻ ആപ്ലിക്കേഷന്റെ സെർവർ അല്ലേ നമ്മൾ ഗിറ്റിലോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതാണെന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റി ഞാൻ ഇട്ടു.
എന്നിട്ട് എന്ത് ചെയ്യണതാണ് എൻ്റർ അടിച്ചു. ഇപ്പൊ എന്തായി ഇത്രയും കാര്യങ്ങള് ഗിറ്റിലോട്ട് കമ്മിറ്റ് ആയ മീൻസ് എന്താണ് പ്ലെയിനിലോട്ട് ഇത്രയും ആൾക്കാർ കയറി, ഇത്രയും ആൾക്കാർ അവിടെ കയറി പ്ലെയിനിലോട്ട് കയറി. ഇപ്പോഴും എന്തായിട്ടില്ല, പ്ലെയിന് സ്റ്റാർട്ട് ആയിട്ടില്ല, പ്ലെയിനിന്റെ എഞ്ചിൻ എന്തായിട്ടില്ല സ്റ്റാർട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ പ്ലെയിൻ പൊങ്ങിയിട്ടില്ല, പ്ലെയിൻ ഇവിടെ നിന്ന് പോയിട്ടില്ല. പ്ലെയിൻ ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചെയ്യുക, ഗിറ്റ് കമ്മിറ്റ് -m, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആ മെസ്സേജ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ചെയ്തു പോയിക്കോട്ടോ. ഇങ്ങനെ ഗിറ്റ് കമ്മിറ്റ് -m മെസ്സേജ് നോട്ട് ആ ഒരു മെസ്സേജ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്ലെയിനെ വിടണമെങ്കിൽ ഈ പ്ലെയിൻ എവിടെ പോയിട്ട് ലാൻഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ജസ്റ്റ് പ്ലെയിൻ ഇങ്ങനെ ആൾക്കാരെ കയറ്റിയെടുത്ത് ഇനി പ്ലെയിൻ എവിടെ പോയിട്ട് ലാൻഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ പ്ലെയിൻ എവിടെ പോയിട്ട് ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി തുടങ്ങണം. അതായത് ഒന്നുമില്ല, ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. ഗിറ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗിറ്റ് ഒരു വെർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഗിറ്റ് എന്ന് പറഞ്ഞ വെർഷൻ കൺട്രോൾ സിസ്റ്റം മീൻസ് ഒന്നുമില്ല, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരോ പാക്കേജ് ഏറ്റവും ബേസിക് ആയിട്ട് ചിന്തിക്കുക. നമ്മളിപ്പോ എല്ലാം കോഡ് ചെയ്ത എന്റെ ഈ ലാപ്ടോപ്പിലാണ് അല്ലെങ്കിൽ എന്റെ ഈ സിസ്റ്റത്തിലാണ്. എന്റെ ഈ സിസ്റ്റം നാളെ അടിച്ചു പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്റെ സിസ്റ്റം നാളെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഈ കോഡുകളൊക്കെ ആവശ്യമില്ല, ഭാവിയിലോട്ട് ആവശ്യമുള്ള കോഡുകളല്ലേ. അപ്പൊ ഈ കോഡുകളൊക്കെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടാണ്, താൽക്കാലികമല്ല പെർമനന്റ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണ്ടേ. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗിറ്റും ഗിറ്റ് ഹബും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്, അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് ആണ് എന്ത് ഗിറ്റ് ഹബ് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ത് ഗിറ്റ് എന്നുള്ളത്. ഗിറ്റിനെ പറയുന്ന ഒരു വെർഷൻ കൺട്രോൾ സിസ്റ്റം എന്നാണ്. ഗിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, നമ്മൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഇവിടെയാണ്, ഗിറ്റ് ഹബിലാണ്. എല്ലാവരും നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഗിറ്റ് ഹബിന്റെ അക്കൗണ്ട് എടുക്കുക. github.com എന്ന് അടിച്ചാൽ നമ്മുടെ ഗിറ്റ്ഹബിന്റെ അക്കൗണ്ട് കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, ഇത് ഇവിടെ ജസ്റ്റ് എം ടി ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ എന്നും പറഞ്ഞ് കാണാൻ പറ്റും. ഈ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ന്യൂ കണ്ടില്ലെങ്കിൽ ഇവിടെ റൈറ്റിൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും, അവിടെ യുവർ റെപ്പോസിറ്ററി എന്ന് കാണാൻ പറ്റും. ഈ യുവർ റെപ്പോസിറ്ററിയിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്തുണ്ട്, ന്യൂ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആ ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെർവറിനെയാണല്ലോ നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രൊജക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഈ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോൾഡർ ആണ്. ക്ലൗഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഫോൾഡർ സ്റ്റാർട്ട് ചെയ്യണേണ്. ആ ഫോൾഡറിന്റെ പേര് ഞാൻ കൊടുക്കണേണ് സെർവർ എന്നും പറഞ്ഞു കൊടുക്കണേണ്. സെർവർ ജസ്റ്റ് പേര് കൊടുക്കണേ, സെർവർ എന്നും പറഞ്ഞ പേര് കൊടുത്തു. വേറെ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. നേരെ അടിയിലോട്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തപ്പോൾ എനിക്ക് ഇവിടെ കുറെ ലൈനും, ഇതാണ് നമ്മുടെ ഈ പേജിലോട്ടുള്ള ലിങ്ക് കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ കുറെ ലൈൻ ഓഫ് കോഡ് കിട്ടി. ഇതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ്. നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളതാണ് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്നുള്ള ഈ ഒരു കമാൻഡ് ആണ്. ഈ ഒരു കമാൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്ട്ലി കോപ്പി ചെയ്യുന്നു. ഇവിടെ ഡയറക്ട്ലി കോപ്പി ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു, നേരെ നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് ഇത് നേരെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, എൻ്റർ അടിക്കുമ്പോൾ എന്തായി, ഈ സാധനം റിമോട്ട് ഒറിജിനിലോട്ട് പോയി. ഇപ്പൊ എന്റെ ഇങ്ങനെ റിമോട്ട് ഒറിജിനിലോട്ട് ആഡ് ആയി പോയി. പക്ഷെ നിങ്ങളുടെ ഇങ്ങനെ പോകണം എന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് ബോക്സ് വരും, കാരണം നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഗിറ്റ് ഹബിലോട്ട് ഇടുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഗൂഗിൾ ക്രോമിന്റെ ഒരു ബോക്സ് ആയിരിക്കും വന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിന്റെ ഒരു ബോക്സ് ആയിരിക്കും, അവിടെ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങളുടെ ഗിറ്റ് ഹബിൽ നിങ്ങൾ യൂസ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ ഞാനിവിടെ എന്താണ് ചെയ്തതെന്ന് ചാറ്റിൽ ഇട്ടുതരാം. ക്രിയേറ്റ് എ ന്യൂ repo in GitHub and add ഒരു പുതിയ റെപ്പോ നമ്മൾ ഗിറ്റ്ഹബിൽ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്നിട്ട് റെപ്പോ ലിങ്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ആളെ നമുക്ക് ഗിറ്റിലോട്ട് ഇടാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഈ കമാൻഡ് അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനെ സക്സസ് ആവാതെ ഒരു പ്രോംപ്റ്റ് ബോക്സ് വരും. അവിടെ നിങ്ങളുടെ ഗിറ്റ് ഹബിന്റെ യൂസർ നെയിമും മെയിൽ ഐ ഡി അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ആളെ ലോഗിൻ ചെയ്യിച്ചോളാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇപ്പൊ സെറ്റായി. ഇപ്പൊ ഇയാൾ എന്തായി, പ്ലെയിൻ എങ്ങോട്ടാ ലാൻഡ് ചെയ്യേണ്ടതെന്ന് എല്ലാം സെറ്റായി. പ്ലെയിൻ നിറച്ച ആൾക്കാരായി, പ്ലെയിൻ എങ്ങോട്ടാ ലാൻഡ് ചെയ്യേണ്ടതായി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പ്ലെയിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. പ്ലെയിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് ആണ് ഗിറ്റ് പുഷ് സെറ്റ് അപ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഗിറ്റ് പുഷ് എന്ന് മാത്രം അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇവർ തന്നെ നമുക്കൊരു സജഷൻ തരും, ഗിറ്റ് പുഷ് സെറ്റ് അപ് സ്ട്രീം ഒറിജിൻ മാസ്റ്റർ എന്നുള്ളത്. ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും മതി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ടെർമിനലിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്ത് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആളിപ്പോ ഗിറ്റിലോട്ട് പുഷായി.
നമ്മുടെ ആളിപ്പോ ഗിറ്റിലോട്ട് പുഷ് ആയി. അപ്പൊ എന്തായി? ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഗിറ്റ് ഹബ് എടുത്ത് നോക്കിയാൽ എന്താണ്? ഇതിപ്പോ എന്തായിട്ടുണ്ടാവും? ഗിറ്റിലോട്ട് ഇപ്പോ പുഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഗിറ്റ് ഹബിലോട്ട് ഇപ്പോ പുഷ് ആയി. ഇപ്പൊ എന്താണ് ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത ടൂൾസ്, ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു ടൂൾ ഉപയോഗിച്ചല്ലേ, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ചല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ത്? ഗിറ്റ് എന്നുള്ളതും. ഇനി ഈ കൊടുത്ത കോഡൊക്കെ വന്ന് സ്റ്റോർ ആയിക്കണം എവിടെയാണ്? ഗിറ്റ് ഹബിലല്ലേ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് കോഡ് മാനേജ് ചെയ്യാം, വെർഷൻസ് കൺട്രോൾ ചെയ്യാം, അങ്ങനെ ഇഷ്ടംപോലെ പ്രത്യേകതകൾ എന്തുണ്ട്? ഗിറ്റ് ഹബ് യൂസ് ചെയ്ത് ചെയ്യാം. ഇതിപ്പോ നമ്മളുടെ ഗിറ്റ് ഹബ് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഇപ്പൊ എന്തായി? ഗിറ്റ് ഹബ് ജസ്റ്റ് നമ്മുടെ ചെയ്ത കോഡൊക്കെ ഗിറ്റ് ഹബിലോട്ട് ആയിട്ടുണ്ട്. ഇത്രയും മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്ക് ഇയാളെ ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവർ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെൻഡർ എന്നുള്ള പ്ലാറ്റ്ഫോമാണ്. അതിന് മുന്നേ നമ്മൾക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എല്ലാവരും ഇത് ചെയ്യണേ, ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ മോങ്കോ ഡി ബി എടുക്കുക. ശ്രദ്ധിക്കുക, നമ്മളുടെ മോങ്കോ ഡി ബി എടുക്കുക. മോങ്കോ ഡി ബി എടുത്തിട്ട് ഇവിടെ എന്താണ് നമ്മുടെ പ്രൊജക്ട് എടുക്കുക. നിങ്ങൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പൊ നേരെ ക്ലസ്റ്റർ എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും ഇവിടെ. ഈ ക്ലസ്റ്റർ എടുക്കുക. ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ അടിയിൽ നെറ്റ്വർക്ക് ആക്സസ് എന്നും പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. ക്ലസ്റ്റർ എടുത്തതിന്റെ ഏറ്റവും അടിയിൽ നെറ്റ്വർക്ക് ആക്സസ് എന്നും പറഞ്ഞിട്ട്, ശ്രദ്ധിക്കുക, ഇവിടെ ഡാറ്റാബേസസ് ആക്സസ് അതിന്റെ നെറ്റ്വർക്ക് ആക്സസ്. ഈ നെറ്റ്വർക്ക് ആക്സസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നേരെ ആഡ് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാം. ഈ ആഡ് ഐ പി അഡ്രസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം അതെന്താണെന്ന്. ജസ്റ്റ് ഇവിടെ എന്താണ്, ഒരു മിനിറ്റ്, ഇതൊന്ന് ആയേക്കട്ടെ, ഡിലീറ്റ് ചെയ്യാം, ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ആയിട്ടുണ്ട്. ഇവിടെ ആഡ് ഐ പി അഡ്രസ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്റെ കറന്റ് ഐ പി അഡ്രസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറന്റ് ഐ പി അഡ്രസ്സിന് പകരം യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തു നിന്നുള്ള, അതായത് അലോസ് ക്ലയന്റ് കണക്ഷൻ ഫ്രം ദ കറന്റ്, അതായത് എവിടെ നിന്ന് വേണമെങ്കിലും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഹോസ്റ്റ് ചെയ്യൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മൾ ഇവിടെ കൊടുത്തത് നമ്മളുടെ ലോക്കൽ മെഷീന്റെ ഐ പി അഡ്രസ് ആണ് അല്ലെ. നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ സെർവറിന്റെ ഐ പി അഡ്രസ് ആണ് നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇനി തൊട്ട് നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്നാണോ നമ്മുടെ സെർവർ റൺ ആവുന്നത്? അല്ല, നമ്മുടെ പുറത്തുള്ള ഒരു റെൻഡർ എന്ന് പറഞ്ഞ ഒരു സർവീസിൽ നിന്നാണ് ഇത് റൺ ആവുന്നത്. അപ്പൊ ആ ഒരു സർവീസിന്റെ ഐ പി അഡ്രസ് ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ആ സർവീസിന്റെ ഐ പി അഡ്രസ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെക്ടിഫൈ ചെയ്ത് ചേഞ്ച് ചെയ്ത് വരാം. അതുകൊണ്ടാണ് നമ്മളിവിടെ 0.0.0.0/0 കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം എവിടെ നിന്നും വേണമെങ്കിലും റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തോ, ഏത് ഐ പിയിൽ നിന്ന് വന്നാലും ആക്സെപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന 0.0.0.0/0. നിങ്ങൾക്ക് ഇത്രയും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൺഫേം കൊടുത്താൽ സംഭവം സേവ് ആവും. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നേരെ റെൻഡറിലോട്ട് പോകാം. ഞാനിവിടെ ചാറ്റിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേഞ്ച് ഐ പി അഡ്രസ് ഇൻ മോങ്കോഡിബി അറ്റ്ലസ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ എറർ അടിക്കും. ബാക്ക് എൻഡ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ എറർ അടിക്കുന്നതിന് മുന്നേ ഞാനിത് പറഞ്ഞു തന്നെയാണ്. ഐ പി അഡ്രസ് ചേഞ്ച് ആണ് ഇവിടെ നെറ്റ്വർക്ക് ആക്സസ് വന്നിട്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് റെൻഡർ എടുക്കാം. നമ്മളെല്ലാവരും റെൻഡർ എടുത്താണല്ലോ. ഞാൻ അവിടെ render.com എടുത്തു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വന്നത്. സോറി, ഞാൻ ഇവിടെയല്ല ലോഗിൻ ചെയ്തേക്കുന്നത്, ഞാൻ ഇവിടെയാണ് render.com എടുത്തു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വരും. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നതാണ്? നേരെ എന്റെ സ്റ്റാർട്ട് ആൻഡ് ഫോർ ഫ്രീ കൊടുത്തു. രജിസ്റ്റർ ചെയ്യുന്നില്ല, പകരം എന്താണ്, ഞാൻ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്തുകൊണ്ട് എന്റെ ലോഗിൻ ചെയ്ത സെക്ഷനൊക്കെ ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രൊജക്റ്റും ഹോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. പകരം ഒരു മൈ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സെക്ഷൻ മാത്രം കാണത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ഒന്നും കാണത്തില്ല. പ്രൊജക്റ്റ് ഒന്നും കണ്ടില്ലെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മൾക്ക് പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാനാണ് വേണ്ടത്. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാം. ഇവിടെ നിന്നിട്ട് ഒരു ബട്ടണും കാണാം, ഇമ്പോർട്ട് ഫ്രം ഗിറ്റ് എന്നും പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇമ്പോർട്ട് ഫ്രം ഗിറ്റ് ഹബ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഫ്രം ഗിറ്റ് ഹബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. അവിടുത്തെ ആ ബട്ടണിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഗിറ്റ് ഹബിന്റെ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം, ആഡ് ന്യൂ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ റെപ്പോസിറ്ററീസ് എല്ലാം കാണാൻ പറ്റും. അവിടെ ഒരു വെബ് സർവീസ് എന്നും പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയൽ ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുള്ളൂ നിങ്ങൾക്ക് വന്നത്. നിങ്ങൾ ഗിറ്റ് ഹബിൽ വെച്ച് ലോഗിൻ ചെയ്തതിനാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ ആയിരിക്കുള്ളൂ വന്നത്. ഇങ്ങനെ ഒരു സെക്ഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഡിപ്ലോയ് എ വെബ് സർവീസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഗിറ്റ് പ്രൊവൈഡറിനെ ഇവിടെ കാണാം. നമ്മൾ ചെയ്തേക്കണ എല്ലാ ഗിറ്റ് ഹബിന്റെ റെപ്പോസിറ്ററീസും കാണാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു റെപ്പോസിറ്ററി ഉണ്ടാവുള്ളൂ. ആ റെപ്പോസിറ്ററിയിൽ ക്ലിക്ക് ചെയ്യാം. ശരത്ലാൽ എം പി ഏതാണ് എന്റെ ഗിറ്റ് റെപ്പോസിറ്ററി, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ എന്തുണ്ട്, കണക്ട് ഉണ്ട്. ആ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ടൈം ഒക്കെ എടുക്കും. ഇവിടെ ഇങ്ങനെ വരും, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നോക്കണേ. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ വന്നിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ സർവർ തന്നെ കൊടുക്കണേ, വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. അടിയിലോട്ട് വരുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബിൽഡ് കമാൻഡ് എന്ന് കാണാൻ പറ്റും. ഈ ബിൽഡ് കമാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നോഡ് മൊഡ്യൂൾസ് കയറ്റി വിട്ടിട്ടില്ലല്ലോ. പക്ഷെ നോഡ് മൊഡ്യൂൾസിലുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കെൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, അതിനു വേണ്ടിയുള്ള കമാൻഡാണ് എന്ത്, ബിൽഡ് കമാൻഡ്. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ത്, npm ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചാറ്റിൽ ഇട്ടുതരാം. ബിൽഡ് കമാൻഡ് npm ഇൻസ്റ്റോൾ ഇൻ render.com npm ഇൻസ്റ്റോൾ എന്നുള്ളത് കൊടുക്കാം. ഇനി npm ഇൻസ്റ്റോൾ എന്ന് മാത്രമല്ല, നമ്മുടെ ബാക്കെൻഡ് റൺ ചെയ്യാനുള്ള കോഡും കൂടിയും കൊടുക്കണം. അതാണ് എന്ത്, നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സർവറിന്റെ പേര്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത എന്റെ സർവറിന്റെ പേര് എന്തായിരുന്നു, index.js എന്നായിരുന്നു. അതുപോലെ നിങ്ങളുടെ സർവറിന്റെ പേര് നിങ്ങളിവിടെ കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നു നോഡ് index.js. അതുപോലെ നിങ്ങളും കൊടുക്കുക. സ്റ്റാർട്ട് കമാൻഡിന് നോഡ് നിങ്ങൾ എന്താണോ സർവറിന്റെ പേര് കൊടുത്തത് ആ പേര് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിയിലോട്ട് വരും. ഇവിടെ അടിയിലോട്ട് വരുമ്പോൾ ഒരു സെക്ഷൻ കാണിക്കും, എന്താണ്, പൈസ കൊടുക്കണോ, അതായത് എന്ത് സർവീസ് ആയാലും ഫ്രീ ആയിട്ട് ഒന്നുണ്ടോ മണി മേടിച്ചിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ളത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും അടിയിലോട്ട് വന്നിട്ട് ഇവിടെ ഡിപ്ലോയ് സർവീസ് എന്നുള്ളതുണ്ട്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രൊജക്ട്, ഫുൾ നോഡ് പ്രൊജക്ട് ഇവിടെ പോസ്റ്റ് ആവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫുൾ സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ ആവുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും എറർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന്. നമ്മളിവിടെ മറ്റേ മോങ്കോ ഡിബിയുടെ കാര്യമില്ലേ, ഈ കാണുന്ന നമ്മൾ നേരത്തെ ചെയ്ത മോങ്കോ ഡിബിയുടെ കാര്യം, അത് ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്താണ് എറർ എന്നും പറഞ്ഞ് കാണിക്കും. ശ്രദ്ധിക്കുക. അപ്പൊ മോങ്കോ ഡിബിയിൽ ഞാൻ ചാറ്റിൽ കറക്റ്റ് ആയിട്ടിട്ടുണ്ട് ആ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ എന്തായി, ഒരു ഡിപ്ലോയ് ആവുകയാണ്. ഡിപ്ലോയ് ആവാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുക്കും. ഒന്ന് ഡിപ്ലോയ് ആവട്ടെ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ സർവർ ഉണ്ടായി നോക്കി, സർവർ ഇസ് റണ്ണിങ് സക്സസ്ഫുൾ ഇൻ പോർട്ട് നമ്പർ 5000. ഇത് നമ്മൾ എവിടെ പറഞ്ഞു കൊടുത്തതാ, നമ്മളെ സർവറിൽ പറഞ്ഞു കൊടുത്തല്ലേ. സർവറിലെ കൺസോൾ ലോഗാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താണ്, സർവർ ഇപ്പൊ റണ്ണിങ് ആയി, മോങ്കോ ഡി ബി കണക്ട് ആയി, ഇതൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തേ. നമ്മളുടെ സർവറിന്റെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സർവർ ഇപ്പൊ എവിടെയായി, ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പബ്ലിക്കലി അവൈലബിൾ ആക്കണത്. പുറത്തുനിന്നുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ സർവറിനെ ആക്സസ് ചെയ്യാവുന്ന രീതിക്ക് നമ്മൾ പബ്ലിക്കലി അവൈലബിൾ ആക്കണം. പുറത്തുനിന്നുള്ള ആർക്ക് വേണമെങ്കിലല്ല, നമ്മളുടെ ആ URL ഉണ്ടെങ്കിൽ മാത്രം ആർക്ക് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിക്ക് ആക്കി. ഇനി MongoDB കണക്ട് ആയിട്ടുള്ളൂ. ഇനിയും എന്ത് ചെയ്യണം, ഡിപ്ലോയ് ആവാനുണ്ട്. ഡിപ്ലോയ് ആവാൻ ഇച്ചിരി ടൈം എടുക്കും. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളും ഞാനിപ്പോ ചെയ്ത സെയിം മെക്കാനിസം ചെയ്യുക. ഞാനിപ്പോ ചെയ്ത സെയിം മെക്കാനിസം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ ചാറ്റിൽ ഞാൻ ഫുൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, ആ ഫുൾ സ്റ്റെപ്പ് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എല്ലാം കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും. നോക്കിയേ, യുവർ സർവീസ് ഈസ് ലൈവ്. യുവർ സർവീസ് ഈസ് ലൈവ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം, നമ്മളുടെ സാധനം ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം.
ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടെയാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് മുകളിലോട്ട് പോകാം. ഇവിടെ ഒരു URL കണ്ടോ, HTTP ONV എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ URL ആണ് എന്ത്, നമ്മുടെ സെർവറിന്റെ URL. ഇത് കോപ്പി ചെയ്തിട്ട് ഇതാണ് എന്ത്, നമ്മുടെ സെർവറിന്റെ URL. അതായത് സെർവറിന്റെ പോർട്ട് എന്ന് പറയാം, സെർവറിന്റെ പോർട്ടാണ് ഈ കാണുന്നത്. ഞാനിവിടെ കോപ്പി ചെയ്തു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം സെർവറിന്റെ ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എവിടെയാ പറഞ്ഞു കൊടുത്തത്, അതായത് ലോക്കൽ ഹോസ്റ്റ് 5000 എന്നുള്ളൊരു സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു ഹോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്, ലോക്കൽ ഹോസ്റ്റ് 5000 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മൾ എവിടെയാ പറഞ്ഞു കൊടുത്തത്, നമ്മൾ ഫ്രണ്ട് എൻഡിലാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ ലോക്കൽ ഹോസ്റ്റ് 5000 ഇനി തൊട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോണേ? ഒരിക്കലുമല്ല. നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് 5000 ഇനി തൊട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോണേ. നമ്മൾ ഇനി തൊട്ട് ആക്സസ് ചെയ്യാൻ പോണേ എന്താണ്, നമ്മൾ പബ്ലിക്കിൽ കൊടുത്തേക്കുന്ന ഈ കാണുന്ന സെർവറിനെ ആയിരിക്കുള്ളൂ. അപ്പൊ ഈ കാണുന്ന സെർവറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ URL ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയേക്കുന്ന, ഒരു മിനിറ്റ്, ഈ കിട്ടിയേക്കുന്ന URL, ഇവിടെ നമ്മൾ ഈ കോപ്പി ചെയ്തേക്കുന്ന URL. പിന്നെ എന്ത് ചെയ്യണം, ഈ URL-നെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ പറഞ്ഞു കൊടുക്കണം. ഈ URL-നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഫ്രണ്ട് എൻഡിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ URL ഫ്രണ്ട് എൻഡിൽ പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ എവിടെ പോവുക, നമ്മുടെ ഫ്രണ്ട് എൻഡ് എടുക്കുക. ഫ്രണ്ട് എൻഡിൽ കണ്ടോ, HTTP:// ലോക്കൽ ഹോസ്റ്റ് 5000 എന്നും പറഞ്ഞു. ഇനി തൊട്ട് ലോക്കൽ ഹോസ്റ്റ് 5000 ആണോ? അല്ല. പകരം എന്ത് കൊടുക്കണം, ഈ ഒരു പോർട്ടിലോട്ടാണ് ആക്സസ് പോകേണ്ടതെന്ന് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം, ഈ URL ഞാൻ കോപ്പി ചെയ്തിട്ട് ആ 5000 മുന്നേ വരെ, HTTP മുതൽ 5000 വരെ ഉള്ളത് ഞാൻ കോപ്പി ചെയ്തിട്ട് മാറ്റിയിട്ട് ഇത് പേസ്റ്റ് ചെയ്യുന്നു. സെയിം തന്നെ പോസ്റ്റിൽ മാത്രമല്ല, എന്തിലും വേണം, ഗെറ്റിലും വേണം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ 5000 വരെ ഉള്ളത് മാറ്റി. ഇവിടെ പറഞ്ഞുതരാവേ. ആഫ്റ്റർ ഡിപ്ലോയിങ് ചേഞ്ച് ദ URL ടു ഫ്രണ്ട് എൻഡ് URL. പുതുതായിട്ട് കിട്ടിയ URL-ലോട്ട് നമ്മൾക്കിപ്പോ കിട്ടിയ URL-നെ ചേഞ്ച് ചെയ്ത് മാറ്റിക്കൊള്ളണം. ഇപ്പൊ എന്തായി, നമ്മുടെ സെർവറിലോട്ടായിട്ട് ഇപ്പൊ എന്തായിട്ടുണ്ടാവും, കണക്ട് ആയിട്ടുണ്ടാവും. സെർവറിലോട്ട് ഇപ്പൊ കണക്ട് ആയി. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രണ്ട് എൻഡും നമ്മൾക്ക് പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ബാക്ക് എൻഡ് നമ്മളുടെ എന്തായി, പോസ്റ്റ് ആയിട്ടുണ്ട്. ബാക്ക് എൻഡ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മാൻ പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ APIs-നെ എന്ത് ചെയ്യാം, ഈ കാണുന്ന API, നമ്മുടെ ഈ API-നെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി വർക്കിംഗ് ആണ്, നമുക്ക് ഷുവർ ആണ് ഇത് വർക്കിംഗ് ആണെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മുടെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യുന്ന സെയിം മെക്കാനിസം തന്നെ ഞാൻ എന്തെടുക്കുന്നത്, എന്റെ ഫ്രണ്ട് എൻഡ് അടങ്ങിയേക്കുന്ന ഫോൾഡർ എടുക്കുന്നത് എന്താണ്, ക്ലയന്റ് എന്നുള്ള ഫോൾഡർ എടുത്തു. ക്ലയന്റ് എന്നുള്ള ഫോൾഡർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ CMD എടുത്തു. CMD എടുത്തിട്ട് ഇയാളുടെ ഗിറ്റിനെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗിറ്റിനോട്ട് ഇടണമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഗിറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഗിറ്റ് ഇന്നിറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഗിറ്റ് ആഡ് ഡോട്ട്, നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെക്കാനിസം തന്നെ, ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഗിറ്റ്, ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തപ്പോൾ ബാക്ക് എൻഡിൽ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഫ്രണ്ട് എൻഡിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഫയൽ ഫ്രണ്ട് എൻഡിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായി, ഗിറ്റ് ഇഗ്നോറിലുള്ള ഫയൽ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഞാനിവിടെ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ആഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോർഡിംഗ് ഏരിയ ആണ്. ബോർഡിംഗ് ഏരിയ അല്ലെങ്കിൽ സ്റ്റേജിംഗ് ഏരിയയിലായിട്ട് ഇപ്പൊ ഗിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്ര ആൾക്കാര്. ഇനി എന്ത് ചെയ്യണം, ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാൻ പറ്റും എന്തൊക്കെ ആൾക്കാരെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രയും ആൾക്കാർ ഇപ്പോ ഗിറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ ഒരിക്കലും പ്ലെയിനിൽ കയറിയിട്ടില്ല. പ്ലെയിനിലോട്ട് കയറ്റാനുള്ള കമന്റ് നമ്മൾ പഠിച്ചത് എന്താണ്, ഗിറ്റ് കമ്മിറ്റ് മൈനസ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കൊടുക്കണതാണ് മെസ്സേജ്. ഇത് കൊടുത്തപ്പോ എന്തായി, എന്റെ കാര്യം കമ്മിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആൾക്കാർക്ക് പ്ലെയിനിൽ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്, ഈ പ്ലെയിൻ എവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ലാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെർവർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഫ്രണ്ട് എൻഡ് സ്റ്റോർ ചെയ്യാൻ എന്ത് വേണം, ഒരു ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗിറ്റ് ഹബിൽ വരാം, പുതിയ റെപ്പോസിറ്ററി ന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലയന്റ് എന്നും പറഞ്ഞ് കോൾ ചെയ്തു. ഈ ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പുതിയ റെപ്പോസിറ്ററി ആയിട്ട് ഞാനിവിടെ ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്തു. ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തു സെയിം മെക്കാനിസം തന്നെ. ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡും ഗിറ്റ് ഹബിൽ ഇടുന്നത് എന്താണ്, സെയിം മെക്കാനിസം. ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് അല്ല, ഒരു HTML പേജ് ആയാലും ഗിറ്റ് ഹബിൽ ഇടുന്നത് സെയിം മെക്കാനിസം തന്നെയാണ്. നേരെ ഇവിടെ വരാം, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, ഈ ഒരു കമാൻഡ് ഇത് കോപ്പി ചെയ്യുക, നേരെ വരാം, നമ്മൾ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തിട്ട് ഇനി ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ എന്താണ്, നത്തിങ് ടു കമ്മിറ്റ് എന്ന് പറഞ്ഞു വരും. അതെ, നത്തിങ് ടു കമ്മിറ്റ്, ഇനി കമ്മിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. പുഷ് ചെയ്യാനുള്ള കമാൻഡ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നോക്കിയേ, ഗിറ്റ് പുഷ്
മൈനസ് മൈനസ് സെറ്റ് അപ്സ്ട്രീം ഒറിജിൻ മാസ്റ്റർ. ആ കമാൻഡ് എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഈ പറഞ്ഞ ആൾ എന്തായിക്കോളും, പുഷ് ആയിക്കോളും, ഗിറ്റിലോട്ട് നേരെ പുഷ് ആയിക്കോളും. ഇപ്പൊ എന്തായി, എന്റെ ഈ ആൾ ഇവിടെ വന്ന് ഗിറ്റിലോട്ട് വന്നപ്പോ എന്തായി, പുഷ് ആയിട്ടുണ്ട്. നോക്കിയേ, എന്റെ ആളിവിടെ ഗിറ്റിലോട്ട് വന്നു, എന്റെ എല്ലാം സെറ്റായി ഗിറ്റിലോട്ട് ഇപ്പൊ എന്തായി, ആള് പുഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഗിറ്റിലോട്ട് പുഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഫ്രണ്ട് എൻഡും ഹോസ്റ്റ് ചെയ്യണം. ബാക്ക് എൻഡ് നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് റെൻഡർ. അല്ല, ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ട് ഞാൻ 3 ലിങ്ക്സ് ആണ് ഇട്ടുന്നത്. എന്തൊക്കെയാണ്, ഗ്രൂപ്പിൽ ഗിറ്റ് ഹബിന്റെ ലിങ്ക് ഇട്ടു, റെൻഡറിന്റെ ലിങ്ക് ഇട്ടു, ഇനി ഒരാളും കൂടി ഇട്ടിരുന്നു, അതാണ് വെർസൽ എന്നുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യാം, വെർസൽ എടുക്കാം നമുക്ക്. versal.com എന്നുള്ള വെബ്സൈറ്റ് എടുക്കാം. ഇവിടെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും വെർസലിന്റെ ഒരു പ്ലാറ്റ്ഫോം, ഇമ്പോർട്ട് ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു കാണാൻ പറ്റും എന്താണ്, ഇമ്പോർട്ട് ഗിറ്റ് റെപ്പോസിറ്ററി എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും, ഇൻസ്റ്റോൾ ഗിറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും, ഇൻസ്റ്റോൾ ഗിറ്റ് ഹബ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഗിറ്റിലോട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഗിറ്റിന്റെ ആ ഒരു കാര്യം ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞു. അത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ആഡിങ്ങോ നമ്മൾ അവിടെ ചെയ്ത സെയിം മെക്കാനിസം, നമ്മൾ ഈ റെൻഡറിൽ ചെയ്ത സെയിം പരിപാടി തന്നെ. റെൻഡർ യൂസ് ചെയ്ത് ബാക്ക് എൻഡ് ഹോസ്റ്റ് ചെയ്തു. ഇനി വെർസൽ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണേ, ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യണേ. അതിന് ഇവിടെ എന്തുണ്ട്, ആഡ് ന്യൂ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. ഈ ആഡ് ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കാം, പ്രൊജക്ട്. നമ്മളൊരു പുതിയ പ്രൊജക്ട് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കൊടുക്കുക, പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മളുടെ ഗിറ്റിന്റെ, നമ്മൾ ഗിറ്റ് യൂസ് ചെയ്താണല്ലോ സ്റ്റൈനിങ് ചെയ്തേക്കണേ, അതിനുവേണ്ടിയാണ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇമ്പോർട്ട് ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മളുടെ ഗിറ്റിന്റെ എല്ലാ റെപ്പോസിറ്ററീസും കാണാം. ഇതിൽ നമ്മൾക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട റെപ്പോസിറ്ററി സെലക്ട് ചെയ്യാം. നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട റെപ്പോസിറ്ററി ആണ് ക്ലയന്റ് എന്നുള്ള ഈ ഒരു റെപ്പോസിറ്ററി. ഇതിന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് എൻഡിൽ കുറച്ച് ചേഞ്ചസ് ചെയ്താണ്, എൻ പി എം റണ്ടവും മറ്റേ മറിച്ച് എന്നാ പറഞ്ഞു. പക്ഷെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കാര്യമായ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ പേര് മാറ്റി കൊടുക്കാം, വേറെ ഒന്നും ചെയ്യേണ്ട. ബാക്കിയെല്ലാം ആര് ചെയ്തോളും, ഈ കാണുന്ന വൈറ്റ് എന്നുള്ള റീസെറ്റ് ചെയ്തോളും, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ചെയ്തോളും. ബാക്കിയെല്ലാം അവിടെ സെറ്റ് ആണ്. അവിടെ ആകെ നമുക്ക് പേര് മാറ്റി കൊടുക്കണം, മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് വിഷയമില്ല. ഇനി എന്ത് ചെയ്യാം, ഇയാളെ ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഡിപ്ലോയ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്താവും, നമ്മുടെ ഈ ഫ്രണ്ട് എൻഡ് എന്താവും, നമുക്ക് ഡിപ്ലോയ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഇവിടെ കുറെ അധികം ടൈം എടുക്കും. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റോൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗിറ്റബിൽ ലോഗിൻ ചെയ്യാനുണ്ടാവും, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം എന്താ ചെയ്തത്, ജസ്റ്റ് ഇവിടെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആഡ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ഗിറ്റബ് റെപ്പോസിറ്ററീസ് വന്നു. ആ റെപ്പോസിറ്ററീസ് ഒക്കെ ആയിട്ട് ഇവിടെ എനിക്കിപ്പോ ഇത് എന്തായി, ഹോസ്റ്റ് ആയി കിട്ടി. അതുപോലെ നിങ്ങളൊന്ന് ഹോസ്റ്റ് ചെയ്ത് നോക്കാം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും. ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ കാണുന്ന സിമ്പിൾ മെയിൻ ആപ്ലിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് യു ആർ എൽ കിട്ടും. നോക്കിയേ, എന്റെ ലൈവ് യു ആർ എൽ ആണ് ഇത്. നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എന്റെ ലോഗിൻ ഒന്നും ചെയ്യാത്ത എന്റെ ഇക്കോഗ്നിറ്റോ ടാബിൽ എടുത്തു. ഇവിടെ എടുത്ത് ഞാനിത് പേസ്റ്റ് ചെയ്ത് നോക്കണേ. നോക്കിയേ, ഇപ്പോഴും എനിക്ക് എന്തായിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റി. ഇത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കാം, നിങ്ങളുടെ ഫാമിലിക്ക് അയക്കാം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണ്. ജസ്റ്റ് ഒരു ബേസിക് ആപ്ലിക്കേഷൻ ആണ്, എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ്, ഇവിടെ ഇപ്പൊ എന്ത് ടൈപ്പ് ചെയ്താലും, ആര് എന്ത് ടൈപ്പ് ചെയ്താലും എന്താണ്, നമുക്ക് ഇവിടെ ആക്സസ് ചെയ്ത് കിട്ടും. ഞാൻ പറയുന്നത് ഹായ് എവരി വൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നേരെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് അപ്ലോഡ് ആയിക്കോളും. ഞാൻ ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ എങ്ങനെ തരണം ചെയ്യാൻ നമുക്ക് പഠിക്കാം കേട്ടോ. ഇങ്ങനെ നേരെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. ഈ ഒരു യു ആർ എൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുത്തിട്ട് പറയാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സിമ്പിൾ സിമ്പിൾ റിയാക്ട് ആപ്ലിക്കേഷൻ. ഒന്നുമില്ല, ഒരു ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, കൊടുത്ത ഡാറ്റ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നു. അത് ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ആണ്. റിയാക്റ്റും എക്സ്പ്രസും നോഡും മോംഗോഡിബി എല്ലാം യൂസ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന്റെ ലിങ്ക് നമ്മൾ www.facebook.com നമ്മുടെ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യില്ലേ, അതുപോലെ നമ്മളുടെ ഈ സിമ്പിൾ ആയിട്ടുള്ള മെയിൻ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള യു ആർ എൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ യു ആർ എൽ കോപ്പി ചെയ്ത് വെക്കുക. ഇത്രയും ഉള്ളൂ നമ്മുടെ ഒരു ഹോസ്റ്റിംഗ് സർവീസ്. ഇത്രയും ഒന്ന് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണേ.
ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റെൻഡർ യൂസ് ചെയ്ത് നമ്മളെ ബാക്ക് എൻഡും ഹോസ്റ്റ് ചെയ്തു, വെർസൽ യൂസ് ചെയ്ത് നമ്മളെ ഫ്രണ്ട് എൻഡും ഹോസ്റ്റ് ചെയ്തു. പിന്നെ MongoDB ഓൾറെഡി ക്ലൗഡ് ആയതുകൊണ്ട് അത് ഓൾറെഡി ഹോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ക്ലൗഡിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇത് മൂന്ന് യൂസ് ചെയ്ത് നമ്മുടെ എല്ലാം പബ്ലിക്ലി ലൈവ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡാറ്റ അങ്ങോട്ട് ആഡ് ചെയ്യുകയും ചെയ്തു, ഡാറ്റ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തു. എല്ലാവരും ഹോസ്റ്റ് ചെയ്യുക. ഇല്ല ഇല്ല, ഒരിക്കലും നമുക്ക് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും സിംഗിൾ റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്യരുത്. കാരണം ബാക്ക് എൻഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്, റെൻഡർ ഉപയോഗിച്ചാണ് ബാക്ക് എൻഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്ത് നമ്മൾ വെർസൽ എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. രണ്ടും രണ്ട് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ റെപ്പോസിറ്ററിയിൽ ഒരിക്കലും ഇത് ആഡ് ചെയ്യരുത്. രണ്ടും രണ്ട് റെപ്പോസിറ്ററി, അതായത് ബാക്ക് എൻഡ് നിങ്ങൾ സെർവർ എന്നുള്ള റെപ്പോസിറ്ററിയും ഫ്രണ്ട് എൻഡിനെ ക്ലയന്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററിയും ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടും രണ്ടാക്കി തന്നെ ചെയ്യണം. ഒരിക്കലും ഒരൊറ്റ റെപ്പോസിറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സെഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലുമിനാറിന്റെ CEO ആയിട്ടുള്ള രാഹുൽ സാർ ഇവിടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. സ്ക്രീൻ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്. ഓക്കെ സാർ. സോ ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. കേൾക്കാമോ പറയുന്നത്? ഹലോ, ഒന്ന് റിപ്ലൈ ചെയ്യുന്ന മൈക്കില്ലേ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സർ. നിങ്ങളിപ്പോ ഡിഫറെന്റ് കോളേജസിലെ കുട്ടികളാണോ അതോ ഒരു സിംഗിൾ കോളേജ് ആണോ? ഡിഫറെന്റ് കോളേജസിൽ. എന്താ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്? MC ആണ് എല്ലാവരും? ഓക്കെ, അപ്പോൾ നിങ്ങൾ MC എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഫസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് രാഹുൽ എന്നാണ്, രാഹുൽ M. കുമാർ. ഞാൻ ലുമിന ടെക്നോ ലാബിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. സോ നമ്മൾ ലുമിന ടെക്നോ ലാബ് ഒരു 6 years ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം 3 branches ആണ് നമുക്ക് വരുന്നത്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ IT ഫീൽഡ് വന്നിട്ട് ഏകദേശം 19 കൊല്ലത്തോളം വർക്ക് ചെയ്യുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഇൻഫർമേഷൻ കേരള മിഷനിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനൊരു കമ്പ്യൂട്ടർ ഡിപ്ലോമ ഹോൾഡറാണ്. അതിൽ നിന്ന് മാറി 2018 ഞാൻ ലുമിന ടെക്നോ ലാബ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിനി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നത്, നമുക്കിതിനെ വിളിക്കാൻ താല്പര്യം ഒരു IT ഫിനിഷിംഗ് സ്കൂൾ എന്നാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ MCA പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, BCA കഴിഞ്ഞിരുന്ന കുട്ടികൾ, നിങ്ങളും ഒരു IT ജോബുമായിട്ട് ചെറിയൊരു ഒരു ഗ്യാപ്പ് വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ടെക്നോളജീസിൽ കുറേ ഒന്നും അല്ലെങ്കിൽ അത്രയും മതിയാവത്തില്ല, അല്ലെങ്കിൽ ചില കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്ന ടെക്നോളജീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. സോ അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് സ്റ്റുഡൻസിന് മാക്സിമം പ്ലേസ്മെന്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലുമിനാറിൻ്റെ ഒരു ലക്ഷ്യം. സോ ഞങ്ങളുടെ ഒരു വിഷനും മിഷനും അതൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, ഒരു പ്രീമിയം ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതും നമ്മൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കൊച്ചിയിൽ, ട്രിവാൻഡ്രത്തുള്ള ഇപ്പോൾ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹബ്ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് ക്ലാസ് കഴിഞ്ഞിട്ടും, ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ്സിൻ്റെ പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ കമ്പനി പോലെ വർക്ക് ചെയ്ത് നോക്കാനായിട്ട്. സോ ഇതൊക്കെ ലൂമിനാറിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൂമിനാർ ടെക്നോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹലോ, അതിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾ ലൂമിനാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാവരും തന്നെ നിങ്ങൾ ഫൈനൽ ഇയർ കുട്ടികളാണോ? ഫൈനൽ ഇയേഴ്സ് ആണോ? അതായത് ഒരു IT ജോലി ആഗ്രഹിക്കുന്നവരാണോ? ആയിരിക്കുമല്ലേ? കുറേ പേര് യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു IT ജോലി നേരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സ്കിൽസ് വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് എന്തെല്ലാം സ്കിൽ ഉണ്ടെങ്കിൽ ഒരു IT ജോലി കിട്ടാം? നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. ആരെങ്കിലും ഒന്ന് രണ്ടൊരു സംസാരിച്ച രസമായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വൺ സൈഡ് റേഡിയോ പോയി.
technical skill, ടെക്നിക്കൽ സ്കിൽ വേണം, പിന്നെ വേറെ എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. സോ ബേസിക്കലി ഞാൻ IT ജോലിക്ക് എത്തുന്ന നിങ്ങൾക്ക് എങ്ങനെ ഒരു IT ജോലിക്ക് എത്താം? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ IT ജോലി കിട്ടണമെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കോഴ്സ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഒരു IT ജോലി കിട്ടണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഒരു കോഴ്സ് എടുക്കാൻ നിർബന്ധമുണ്ടോ? നമുക്ക് സെൽഫായിട്ടും പഠിക്കാൻ പറ്റും അല്ലേ? സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 1-2 സ്ലൈഡ്സ് കാണിക്കുന്നുള്ളൂ. ഒരുപാട് ടൈം ഞാൻ എടുക്കത്തില്ല. നമ്മൾ ഒരു IT ജോലിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്, IT ജോലി എന്നല്ല, നിങ്ങളിപ്പോൾ MCA പഠിച്ചിറങ്ങി അല്ലെങ്കിൽ വാട്ട് എവർ ഡിഗ്രി പഠിച്ചിറങ്ങിയുമ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒരു സെൽഫ് അസസ്മെന്റ് നടത്താം. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ഇപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയത്തില്ല, ഞാൻ ഏതിലൊക്കെ ഫോക്കസ് ചെയ്യണം. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ച് നമ്മുടെ സമയങ്ങളിൽ അർത്ഥമില്ല. സോ അതായത് നിങ്ങൾ എന്താവണം, നിങ്ങൾ ഏത് ലെവലിലേക്ക് ഒരു ജോലി കിട്ടി, ഞാൻ ഒരു കമ്പനി നിങ്ങൾ ജോലി കിട്ടി പോവാണെങ്കിൽ പോലും നിങ്ങൾ ഏത് ലെവലിലേക്ക് എത്തണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾ മാത്രമാണ്. കാരണം വേറെ ആരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് പലപ്പോഴും നടക്കത്തില്ല. കാരണം ആളുകൾ എല്ലാവരും തന്നെ അവരവരുടെ കാര്യം നോക്കായിരിക്കും. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ കയറണം. നിങ്ങളിപ്പോൾ MCA ഫൈനൽ ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. മേ ബി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പോൾ MCA ഒക്കെ ചിലപ്പോൾ ഈ മെയ്യോ അല്ലെങ്കിൽ ജൂണൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ MCA കഴിയും. നിങ്ങൾ കുറെ പേർക്കെങ്കിലും ഒരു ഫോക്കസ് വേണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം. ഞാൻ MCA കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു ജോലി വാങ്ങിയിരിക്കും. ആ ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. ഞാൻ ലൂന ടെക്നോളജി ലാബ് സ്റ്റാർട്ട് ചെയ്തത് വെറും 4 കുട്ടികൾ വെച്ചാണ്. ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ക്ലാസ് റൂം വെച്ച് തുടങ്ങിയത്. ഒരു ക്ലാസ് റൂം വളരെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് അന്നൊരു വാശി ഉണ്ടായിരുന്നു, നമ്മൾ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആവും. ഞങ്ങൾ ഏറെക്കുറെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കണം. കാരണം അന്ന് ഒരു ക്ലാസ് റൂം തുടങ്ങിയ ബിൽഡിംഗ് ഞങ്ങൾ വിത്തിൻ 2 ഇയേഴ്സ് ആ ബിൽഡിങ്ങിന്റെ 3 ഫ്ലോർ ഞങ്ങൾ എടുത്തു. ദെൻ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ തന്നെ ഇപ്പുറത്തേക്ക് മാറിയിട്ട് വലിയൊരു 5 നില ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തേക്കാണ്. കോഴിക്കോട് ഞങ്ങൾക്ക് 2 ഫ്ലോർ എടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ 5000 സ്ക്വയർ ഫീറ്റിലാണ്. സോ അത് നമ്മുടെ ഒരു ഇവാലുവേഷൻ, നമ്മുടെ ഒരു ലക്ഷ്യം വെച്ചാണ് അതിലേക്ക് എത്തിയത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തെടുക്കാം. അത് ലേൺ ഫ്രം എവരിവെയർ. അത് നമ്മൾ പഠിക്കുന്ന ബുക്സ് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നും പഠിക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെയൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഹെൽപ്പ് ഉണ്ട്. ഇപ്പോൾ ChatGPT ഉണ്ട്, ഗൂഗിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഹാക്കർ റാങ്ക്, അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം പഠിക്കാം. ചിലപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴാവാം, നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോലും നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾ കോഡിങ്ങിൻ്റെ കുറച്ച് പേജസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ കിട്ടും. ദെൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കുക. എനിക്കിതൊക്കെ അറിയാമോ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ഇടാം. അതുപോലെ തന്നെ ടെസ്റ്റ് യുവർ ലിമിറ്റ്സ്. നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അസസ്മെന്റുകൾ, ഓൺലൈൻ അസസ്മെന്റ്, എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT ചോദിച്ചാൽ മതി, പ്ലീസ് സെൻഡ് മീ 10 ക്വസ്റ്റ്യൻ ഫോർ മെഷീൻ ലേണിംഗ് എന്നോ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ 5 ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ക്വസ്റ്റ്യൻസും. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ തോക്കും, അതായത് ഫെയിൽ ചെയ്യും. ചില സമയത്ത് നമുക്ക് എല്ലാവരും എല്ലാം ജയിക്കണമെന്നില്ല, നമ്മൾ ഫെയിൽ ആവും. ചിലപ്പോൾ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ റൺ ആവില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും കോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IT ജോലി എന്നൊരു സ്വപ്നം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞ പോലെ ആ ഫോക്കസ് നിങ്ങൾക്ക് എപ്പോഴും വേണം. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ ലക്ഷ്യം നേടുന്നവരെ നമ്മൾ പിന്മാറരുത്. ഇതൊരു സെൽഫ് ലേണിങ്ങിന്റെ കാര്യം പറയുന്നത്. നമ്മൾ ട്രൈ ചെയ്യും, നമ്മൾ ഫെയിൽ ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ആ പഠിച്ച കാര്യങ്ങൾ വെച്ച് വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ഫെയിൽ ആയാലാണ് നമുക്ക് അവസാനം സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ലൈവ് എക്സാമ്പിൾസ് അത് പറയാണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ പണ്ട് ചെയ്തൊരു വർക്കിൻ്റെ ഒക്കെ എന്ത് ചെയ്താൽ SQL സെർവർ കണക്ട് ആണല്ലോ, ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായത് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ പിന്നീട് ആ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഓരോന്നും തന്നെ നിങ്ങൾ ഷോക്കേസ് ചെയ്ത് പോകണം. ഇപ്പം നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തു, അത് നിങ്ങളുടെ കയ്യിൽ മാത്രം ഒരു കാര്യമില്ല, അത് വേൾഡ് കാണണം. അത് നിങ്ങൾക്കുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? നിങ്ങൾക്ക് ലിങ്ക്ഡിനിലൊക്കെ അക്കൗണ്ട് ഉണ്ടോ? ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉള്ളവരാണോ എല്ലാവരും? സോ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആരെങ്കിലും ഒരാൾ ഞാൻ ചോദിക്കുമെന്ന് റെസ്പോണ്ട് ചെയ്ത് എനിക്കൊരു
സന്തോഷമായിരിക്കും മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ലിങ്ക്ഡിൻ വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് ലൈക്ക് വേൾഡിനെ കാണിക്കാൻ പറ്റും. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് സർ. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ, ലിങ്ക്ഡിനിൽ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോയും അതുപോലെ നല്ലൊരു കവർ ഇമേജും കൊടുക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ താഴെ എന്താണ്, ഇപ്പം എൻ്റെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഉണ്ടാകും, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ആ കാണുന്ന ഒരാൾക്കും മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം എൻ്റെ ജോബിൻ്റെ പ്രൊഫൈലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫൗണ്ടർ ആൻഡ് MD at ലൂമിന ടെക്നോലാബ്. സ്റ്റുഡൻസിനെ IT ജോബ് ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഇത്രമാത്രം പ്ലേസ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന മെയിൻ സ്റ്റാക്ക് ആണ്, അല്ലെങ്കിൽ മീൻ സ്റ്റാക്ക് ആണ്, ഫുൾ സ്റ്റാക്ക് ആണ്. നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. എന്താ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോയും നല്ലൊരു കവർ ഇമേജും കൊടുക്കുക. കവർ ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോഡിങ്ങുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഈ ലിങ്ക്ഡിൻ്റെ താഴെ കൊടുക്കുമ്പോൾ ഫൗണ്ടർ ആൻഡ് MD at ലൂമിന ടെക്നോലാബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ്, നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, നിങ്ങൾക്ക് കൊടുക്കാം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. അതിലൊരു കോളൻ കൊടുത്തിട്ട് നെക്സ്റ്റ് റിയാക്ട് ആണോ നിങ്ങളുടെ മെയിൻ, നിങ്ങൾ ഏതൊക്കെ ഡൊമൈനിലാണോ സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം നോളജ് ആ ഡൊമൈൻസിൻ്റെ പേര് എടുക്കുക. റിയാക്ട്, ആംഗുലർ, നോഡ്, അല്ലെങ്കിൽ Vue.js ആയിക്കോട്ടെ, ബാസ്ക്കറ്റോ ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് APIs ഏതെങ്കിലും അറിയാം, ഫാസ്റ്റ് API, നിങ്ങൾക്ക് ഏതെങ്കിലും ഇനി ഡോക്കറോ കുബർനെറ്റ്സോ അല്ലെങ്കിൽ AWS അഷ്യൂറോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടെക്നോളജി ഏതൊക്കെയാണോ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അവിടെ ഇത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ടു വർക്ക് ആക്കിയിടാം. ദെൻ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫ്രീ ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ദെൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ദെൻ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾ സർട്ടിഫിക്കേഷൻ എടുക്കുക. ഇന്റർനെറ്റിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക അതെല്ലാം എടുക്കുക, അതെല്ലാം കൊടുക്കുക. അൾട്ടിമേറ്റ്ലി ഈ ഒരു ഏരിയ ഞാൻ വരുന്ന പ്രൊജക്ട്സ്. കാരണം ഏതൊരു വ്യക്തിയോടും നിങ്ങൾ പോയി പറയണം, ഇപ്പം ഞാനൊരു പേര് പറയാം, ഇപ്പം രേവതി ഉണ്ട്, ഫഹീം ഉണ്ട്, നേഹ, ലിൻഡോ, നിങ്ങൾക്ക് പറയാണ് പെട്ടെന്ന് ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അതിന് തെളിവാണ് വേണ്ടത്, അത് നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു പ്രൂഫാണ് വേണ്ടത്. സോ അവിടെ നമ്മൾ പ്രൊജക്ട്സ് ആഡ് നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സുകൾ നിങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ആഡ് ചെയ്യാം. സോ ലിങ്ക്ഡിൻ ഒരു എഫക്റ്റീവ് ടൂളാണ്. നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് നിങ്ങളെ വളരെ ഈസിലി എത്തിക്കാൻ പറ്റിയൊരു ടൂളാണ് ലിങ്ക്ഡിൻ. ദെൻ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത് പോകാം. ഷോക്കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുണ്ട്. ഇത് സ്റ്റുഡൻസ് ഇവർ പഠിക്കുന്ന സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന വർക്കുകളെ കാണുന്നത്. അവർ ചെയ്തിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തത്. ഇപ്പം നിങ്ങൾ പഠിച്ചാൽ HTML, CSS, JavaScript ഒക്കെ കവർ ചെയ്തിട്ടില്ല ശരത്തെ? കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആപ്പുകളും ചെയ്യിച്ചെന്ന് ഇവർക്കുണ്ടോ, അതോ നമ്മൾ ചെയ്ത് കാണിച്ചേ? നമ്മൾ അവരെ കൊണ്ട് ഹോസ്റ്റും ചെയ്യിച്ചു. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ ആ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. നിങ്ങൾ 2025 പാസ് ഔട്ട് ആണ്. ഇനിയിപ്പോൾ കമ്പനീസ് എല്ലാവരും തന്നെ 25 പാസ് ഔട്ട്സിനെ ഒരു തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സ് വന്നു കഴിഞ്ഞു. 25 പിള്ളേർ പ്രൊജക്ട് ചെയ്യാൻ വരുന്നുണ്ടോ ചോദിച്ചുകൊണ്ടോ, കാരണം അവർക്ക് ഇനി 25 പാസ് ഔട്ട് കുട്ടികളെ ആവശ്യമുണ്ട്. നിങ്ങൾ പയ്യെ ഇതൊരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്പാന്ന് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾ പയ്യെ ഓരോ ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഒരാഴ്ചയിൽ ഒരു വർക്കോ. പിന്നെ അത് മാത്രമല്ല, ലിങ്ക്ഡിനിൽ അത്യാവശ്യം നല്ല നല്ല കമ്പനീസിനെ ഫോളോ ചെയ്യുക, നല്ല നല്ല നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്പാവും. ഒരു കമ്പനിക്ക് ഒരു 6 month എക്സ്പീരിയൻസ് ആളൊക്കെ വേണമെങ്കിൽ അവർ ചിലപ്പോൾ സെർച്ച് ചെയ്യുന്ന ലിങ്ക്ഡിൻ വഴിയായിരിക്കും. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി പോകാം. ഇപ്പോൾ ലൂമിനാറിൽ തന്നെ എല്ലാ മാസവും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 25 സ്റ്റുഡൻസിനെ അബവ് സെൽഫായിട്ട് പ്ലേസ് ആവുന്നുണ്ട്. അത് എല്ലാവർക്കും തന്നെ ലിങ്ക്ഡിൻ വഴിയാണ് അവർ പ്ലേസ് ആവുന്നത്. ബാക്ക് ടു ലേക്ക് വരാം. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ ശരത്തെ? കാണാം. ഇനി നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിക്കും? ഇപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യം പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിക്കും? നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ലേൺ ദ ബേസിക്സ്. ഇപ്പോൾ ഈ സെഷനിൽ നിങ്ങൾ 5 days ആയിരുന്നു നമ്മൾ കവർ ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഇഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഇസ് കറക്റ്റ്, നമ്മൾ കവർ ചെയ്തത് HTML കവർ ചെയ്തിട്ടുണ്ട്, CSS കവർ ചെയ്തിട്ടുണ്ടാവും, മേ ബി ബൂട്ട്സ്ട്രാപ്പ് കവർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ JavaScript കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ബേസിക്സ് ആണ്. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ JS പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി റിയാക്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. സോ ഓൾവേസ് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് റീ എഞ്ചിനീയർ സ്റ്റഫ് എന്ന് പറയും. റീ എഞ്ചിനീയർ മീൻസ് നിങ്ങളിപ്പോൾ ഒരു ക്ലോൺ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കി വെച്ച ആപ്ലിക്കേഷൻ അതുപോലെ ഉണ്ടാക്കാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഗിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിക് റെപ്പോസിറ്ററി കിട്ടും. ഗിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? GIT ഗിറ്റ് കേട്ടുണ്ടോ?
ഗിറ്റിലൊക്കെ പോയി നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക് റെപ്പോസിറ്ററി കിട്ടും. അവിടെ നിന്ന് ഒരു ഗിറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചതിലേക്ക് പുഷ് ചെയ്യാം. സോ അതാണ് ഉദ്ദേശിക്കുന്നത് ഈ വെയർ ടു ബിഗിൻ എന്ന കൺസെപ്റ്റ് വെച്ച്. അതായത് ഗിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയയിൽ കൺസെപ്റ്റ് ഉണ്ടായി, നിങ്ങളൊരു സൈറ്റ് കണ്ടു, അതുപോലത്തെ ഒരു സൈറ്റ് നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഐഡിയ തോന്നി, അതിന് ആദ്യം നമ്മൾ ബേസിക്സ് പഠിക്കുക. വർക്ക് ചെയ്ത് ഒരാൾ ചെയ്ത് വെച്ച വർക്ക് അതേപോലെ നമ്മൾ കോപ്പി അടിക്കരുത്, അല്ലെങ്കിൽ നേരെ ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് കാര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് വീണ്ടും നിങ്ങൾ ഒരു കൺസെപ്റ്റ് അതിൽ ബിൽഡ് ചെയ്യുക, നേരെ പുഷ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ജോലി നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ആദ്യം സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ റെസ്യൂം അല്ലേ? റെസ്യൂം അല്ലേ? നമ്മളൊരു ജോബ് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ആദ്യം ഒരു കമ്പനി പോകുന്നത്, ഇപ്പൊ നേഹ റെസ്പോണ്ട് ചെയ്തു യെസ് എന്ന് പറഞ്ഞു. അപ്പൊ നേഹ ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് റെസ്യൂം അയക്കണം. ഇപ്പൊ ലോജിക് എന്ന കമ്പനിക്ക് നേഹ റെസ്യൂം അയക്കുമ്പോൾ അവർ നേഹ കണ്ടിട്ടുണ്ടാവില്ല, നേഹയോട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് എന്താ പോകുന്നത്? ഈ റെസ്യൂം ആണ്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്പനിയിൽ സംസാരിക്കുന്ന ടൂൾ എന്ന് വെച്ചാൽ റെസ്യൂം ആണ്. സോ നിങ്ങളുടെ റെസ്യൂം വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം. പിന്നെ ആസ് എ ഫ്രഷർ നിങ്ങൾ ഓൾവേസ് റിമെമ്പർ, നിങ്ങളൊരു 1 പേജ് റെസ്യൂമിൽ ഒതുക്കാൻ നോക്കാം. ആ റെസ്യൂം തന്നെ എത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റും അത്ര എളുപ്പമായിരിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സുകൾ ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ കോളേജ് ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ഉണ്ടാവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇൻ്റർനെറ്റിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ എമൗണ്ട് കൊടുത്ത് ഒരു 400-500 രൂപ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഗോഡാഡി പോലത്തെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് കിട്ടും. നിങ്ങൾ ചെയ്ത വർക്കുകൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ട്സുകൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുക. ഒരു സിംഗിൾ ഡൊമൈൻ വാങ്ങിയാൽ മതി. ആ ഡൊമൈനിൽ തന്നെ സബ് ഡൊമൈൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യാം. ഈ ചെയ്ത പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ലിങ്കായിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ കൊടുക്കുക. ഒരു കമ്പനിക്ക് നിങ്ങൾ അയക്കുമ്പോൾ ആ രീതിയിലേക്ക് ഒരു നല്ല സോളിഡ് 5 പ്രൊജക്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആ വർക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കമ്പനി നിങ്ങളെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. സോ റെസ്യൂം ഒരു സിമ്പിൾ റെസ്യൂമായി ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ റെസ്യൂമിന്റെ കാര്യം കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ലേ? ഈ 2 റെസ്യൂം ഡിഫറൻസ് മനസ്സിലാവുന്നില്ല എന്താണ്? റൈറ്റ് സൈഡിലെ റെസ്യൂം കുറച്ചും കൂടി ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് റെസ്യൂമാണ്. അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൃത്യമായി മെൻഷൻ ചെയ്യേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കൺജസ്റ്റഡ് റെസ്യൂമാണ്. എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മെൻഷൻ നമ്മുടെ സ്കിൽസ് പോലത്തെ കാര്യങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ, നമുക്ക് സർട്ടിഫിക്കേഷൻ ഇതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. നിങ്ങൾക്ക് റെസ്യൂം ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ കുറേ കമ്പനീസ് ഇപ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂംസ് ഒക്കെ നോക്കുന്നത്, അതായത് ഓട്ടോമാറ്റിക് ടാലന്റ് ട്രാക്കിംഗ് സിസ്റ്റം പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ATS എന്ന് വിളിക്കുന്നത്. എനിക്ക് എക്സാക്ട് ഫുൾ ഫോം എനിക്ക് അറിയത്തില്ല. സോ അതൊക്കെ അതുപോലത്തെ റെസ്യൂം ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണ് ഞാൻ കാണിക്കുന്നത്, flowcv.com. സോ ഈ FlowCV കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റെസ്യൂം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഇതിൽ ഫ്രീ ഓപ്ഷൻ ഉണ്ട്, പെയ്ഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളുടെ ഇപ്പോൾ ലൂമിനാറിലെ കുട്ടികൾ ഭൂരിഭാഗം ആൾക്കാരും ഈ FlowCV ആണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളതെല്ലാ സെഷൻസിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കമ്പനിയിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനികളെ പറ്റി പയ്യെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇനി ഒരു മേബി ഒരു 4-5 മാസം ക്ലാസ് ഉണ്ടാവാം. ഈ 4-5 മാസം കൊണ്ട് നിങ്ങൾ ഈ കമ്പനികളെ പറ്റി നല്ലൊരു റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനികളിൽ ഓപ്പണിംഗ് വരുന്നുണ്ട്, ഏതൊക്കെ കമ്പനികൾ എന്തിലേക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിച്ചു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയിൽ ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ അവർ നിങ്ങൾ എടുത്തുന്നില്ല. സോ കമ്പനീസിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. അതിനെല്ലാം തന്നെ നിങ്ങൾ സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂള് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ കമ്പനി ഏതൊക്കെ ലൈക്ക് എന്താ പറഞ്ഞാൽ അവിടെ ഓപ്പണിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കൾച്ചർ എന്താണ്. വെച്ചാൽ അവരുടെ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ. കണ്ടല്ലേ, ഇപ്പോൾ ഈ ലോജിക് പ്ലംബിലാണ് അവർ എന്താ ചാമ്പ്യൻസ് 24. അപ്പോൾ അതായത് ആ കമ്പനി അവരുടെ എംപ്ലോയീസിന്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന കമ്പനിയാണ്. അതുപോലെ അവർക്ക് സ്പോർട്സ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്, പിന്നെ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം ഉള്ള കമ്പനിയെ നോക്കാം. ചില കമ്പനികൾ കംപ്ലീറ്റ്ലി വർക്ക് പ്രഷർ മാത്രമായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നല്ല ബാലൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്കിനി ഇപ്പോൾ ആസ് എ ഫ്രഷർ, നിങ്ങളെല്ലാം തന്നെ ഫ്രഷേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. സോ ആ കേസിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഏതൊക്കെ കമ്പനി ഫോളോ ചെയ്യണം. പെട്ടെന്ന് കമ്പനി ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കാർക്കും പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ടൂൾ സൈറ്റിൽ നിങ്ങൾക്ക് ടെക്നോ പാർക്ക് കേരള അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് കേരള സെർച്ച് ചെയ്താൽ അവിടെയുള്ള കമ്പനികളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് ആ സൈറ്റുകളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ കമ്പനിയായിട്ട് പയ്യെ ഇങ്ങനെ പോയി ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അതിന് ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. ഇപ്പോൾ ലോജിക് പ്ലംബിൽ കയറി കാണാൻ പറ്റും, ആ പീപ്പിളിൽ കയറി കാണാൻ പറ്റും ആരൊക്കെയാണ് കമ്പനി ഫോളോ ചെയ്യേണ്ടത്. HR മാത്രം നമ്മൾ ഫോളോ ചെയ്തിട്ടോ കണക്ട് ചെയ്തിട്ടോ കാര്യമില്ല. ടെക്നിക്കൽ ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ നോക്കാം. കോൺടാക്ട് ഇൻ ദ സെൻസ് അവർ പയ്യൊരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഞാൻ നിങ്ങളുടെ കണക്ഷനിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ വർക്കുകൾ പോസ്റ്റ് ചെയ്തോ ഷോക്കേസ് ചെയ്യുമ്പോൾ, സോ ബൈ ഡിഫോൾട്ട് അവർ നിങ്ങളുടെ വർക്കുകൾ കാണും. അവിടെ ഏതെങ്കിലും രീതിയിൽ ഓപ്പണിംഗ് വന്നിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു വർക്ക് ഇംപ്രസീവായി തോന്നിട്ടോ അവർ നിങ്ങളെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂം ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കാം. മേ ബി നിങ്ങൾക്ക് ഒരു ഈസിയസ്റ്റ് വേയിൽ ഒരു ഹയറിംഗ് കിട്ടിയേക്കാം.
നിങ്ങൾക്ക് ഇനി ഫ്രഷേഴ്സ് കമ്പനികൾ കിട്ടാനായിട്ടൊരു ഈസിയസ്റ്റ് മാർഗ്ഗം ഞാൻ പറഞ്ഞിരുന്നത് ലൂമിന ടെക്നോലാബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇൻസ്റ്റയുടെ പേജിൽ കയറി നിങ്ങൾക്ക് ഓരോ ദിവസവും കമ്പനികളിൽ പ്ലേസ് ആവുന്ന കുട്ടികളുടെ ഫോട്ടോസ് കാണാൻ പറ്റും. ഈ ഓരോ ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അവൻ ഏത് കമ്പനിയിലെ പ്ലേസ് അയക്കണം. കണ്ടില്ലേ, ഗ്ലോബൽ ടെക് ഇൻവെൻഷൻസ്. അത് നെക്സ്റ്റ് എടുത്ത് കാണാൻ പറ്റും. പ്രോളോ സൊല്യൂഷൻസ്. ഓരോരോ കമ്പനികളിലും എവിടേക്കാണ് പ്ലേസ് ആവുന്നത് ആ കമ്പനികളുടെ പേര് ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ആ കമ്പനി പേര് നേരെ കോപ്പി ചെയ്യുക, നേരെ ലിങ്ക്ഡിനിൽ കൊണ്ടുപോയിടാം, സെർച്ച് ചെയ്യാം, അവിടുത്തെ ആളുകളെ കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതൊരു പ്രോസസ്സാണ്, മനസ്സിലായില്ലേ? ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നെല്ലാം പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. ആ പ്രോസസ്സ് ഒന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കമ്പനി നോക്കുമ്പോൾ എന്തൊക്കെ വേണം. ആ കമ്പനിയിലെ സാലറി മാത്രമാണ് നോക്കണ്ടേ. നമ്മളൊരു കമ്പനി ജോലിക്ക് വരുമ്പോൾ ആദ്യം ആ കമ്പനിയുടെ കൾച്ചേഴ്സ്, വാല്യൂസ്, നമ്മുടെ ജോബ് റോൾ എന്താണ്, നമുക്കവിടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ടോ. വർക്ക് ലൈഫ് മീൻസ് നമുക്ക് ഒട്ടും പേഴ്സണൽ ലൈഫ് ഇല്ല, സൺഡേ ഒക്കെ വർക്കാണെങ്കിൽ പയ്യ ആ കമ്പനി ഒരു കണ്ടിന്യൂ ചെയ്തേ പറയത്തുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന് നെറ്റ്വർക്കിംഗ്. ഈ IT ഇൻഡസ്ട്രിയിൽ നെറ്റ്വർക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ ലൂമിനാറിൻ്റെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ പ്ലേസ്മെന്റ് 6500+ പ്ലേസ്മെന്റ് ഞങ്ങൾ കഴിഞ്ഞു. ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒരുപാട് കമ്പനീസായിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെ നടക്കുന്നത് നെറ്റ്വർക്കിംഗ് വഴിയാണ്. അതൊരു കമ്പനിക്ക് നമ്മൾ നല്ല കുട്ടികളെ കൊടുക്കുന്നു, നല്ല സർവീസ് ഉണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി നമ്മൾ വേറെ കമ്പനിക്ക് റെക്കമെൻഡ് ചെയ്യും. നമുക്ക് ലൈക്ക് എനിക്കിപ്പോൾ തന്നെ പറയാം, ഒരു മോർ ദാൻ ഒരു 100 കമ്പനീസായിട്ട് നമുക്ക് വളരെ പേഴ്സണലി കണക്ഷൻ ഉണ്ട്. അവരൊക്കെ കൊച്ചിയിൽ നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് ഈ നെറ്റ്വർക്കിംഗ് വഴി കിട്ടും. ഇതിനെല്ലാം പറ്റിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ കയറാൻ പയ്യെ നല്ലൊരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും മെസ്സേജ് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. അവരുടെ റോള്, അവർ ഏത് പോസ്റ്റാണൊക്കെ നോക്കിയിട്ട് മാത്രം മെസ്സേജ് അയക്കുക. ഇത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പച്ചവളം പോലെ പറയണമെന്നല്ല, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ആരാണ് വിളിക്കുന്നത് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിക്കുക. പിന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യുക, ഒരു പൊളൈറ്റ്നെസ് കീപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡോണ്ട് സ്റ്റോക്ക്. അതായത് ഒരു കമ്പനിയൊക്കെ നമ്മൾ അവർ വിളിച്ചിട്ട് പിന്നെ കണ്ടിന്യൂസ് മെയിൽ അയച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ വാട്സപ്പ് എന്ന് അയച്ചാൽ ശല്യം ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു കോൾ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു കമ്പനി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ വിളിച്ച ആ കമ്പനി തന്നെ അല്ലേ എന്ന്. ഇപ്പം നമുക്കൊക്കെ ഒരുപാട് കോൾ വരാറുണ്ട്. ഈ കോൾ വന്നിട്ട് മിക്കവരും ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ഓപ്പണിംഗ് ഉണ്ടോ, ഇവിടെ അതുണ്ടോ. സത്യം പറഞ്ഞാൽ ഇത് ആരെ വിളിക്കുന്നത്, എന്താ വിളിക്കുന്നത്, അയാളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നമുക്ക് അറിയത്തില്ല. സ്ട്രെയിറ്റ് ക്വസ്റ്റനൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിളിക്കുമ്പോൾ ഒരു കമ്പനി വിളിക്കുമ്പോൾ അത് എടുക്കുന്ന ആൾ, ആ ഫോൺ എടുക്കുന്ന ആൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾ തന്നെ ഉറപ്പ് വരുത്താം. ദെൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി അയാളൊരു മീറ്റിംഗിൽ ഇരിക്കണം നമുക്ക് അറിയത്തില്ല, അപ്പോൾ അയാൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുക. ഇനി അല്ലെങ്കിൽ അതിന് വേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിക്കുക. നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ എന്തിനു വേണ്ടി വിളിച്ചതെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ MCA 2025 പാസ് ഔട്ട് ആയിക്കോ. 2025 ആണ് നിങ്ങളുടെ പാസ് ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പനി പോകാൻ ഇപ്പോൾ ഞാനൊക്കെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ സ്റ്റുഡൻസ് ചിലപ്പോൾ നമ്മൾ ഒരു എൻക്വയറി വരുമ്പോൾ നമ്മൾ ചോദിക്കും അവരോട് ഈ പറഞ്ഞ പോലെ എന്താണ് പഠിച്ചിരിക്കുന്നത്. വേഗം നമുക്ക് കിട്ടുന്ന റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി, ജസ്റ്റ് വാക്ക് പറഞ്ഞ ഡിഗ്രി. ദെൻ നമ്മൾ വീണ്ടും ചോദിക്കും എന്ത് ഡിഗ്രിയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മളോട് പറയുന്നത് ഞാൻ ഇങ്ങനെ BSc. ദെൻ വീണ്ടും ഞാൻ എടുത്തു ചോദിക്കേണ്ടി വരും ഈ BScയിൽ നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പറയും BSc കമ്പ്യൂട്ടർ സയൻസ്. ഇത് കഴിഞ്ഞ് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും ഏത് ഇയറാണ് പാസ് ഔട്ട്. പക്ഷെ അതിന് പകരം നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് 2025 പാസ് ഔട്ടാണ്, അല്ലെങ്കിൽ ഞാൻ MCA 2025 പാസ് ഔട്ടാണ്, ഇന്ന കോളേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വരിക്കുക കാര്യം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂർക്ക് ഒരിക്കലും തന്നെ അയാൾക്കൊരു ഇനീഷ്യൽ തന്നെ പറയാം, നമ്മളെപ്പോഴും പറയാം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ, ആ ഒരു ഇംപ്രഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഞാനത് സ്പീഡായി പോവാണ്, കാരണം ഒരുപാട് സമയം ഞാൻ കളയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതന്നെ ഒരു അപ്ലൈയിങ് ഫോർ എ ജോബ് എന്നൊരു ഇതാണ്. ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ആ മെയിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഒരു കവർ ലെറ്റർ മസ്റ്റായിട്ട് വേണം. അപ്പോൾ നമ്മളും ഒരുപാട് ജോബ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ജോബ്സ് നമുക്ക് ചില കമ്പനീസിൻ്റെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യും. പക്ഷെ മിക്കപ്പോഴും കിട്ടുന്ന റിപ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് മെയിൽ വരും, പക്ഷെ അതിൽ ഒരു റെസ്യൂം മാത്രം ഉണ്ടാവും. ആ റെസ്യൂമിന് ഒരു പേരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കിട്ടുന്ന resume.pdf, അല്ലെങ്കിൽ പറഞ്ഞാൽ ചിലർ അയക്കുന്ന ഡോക് ഫോർമാറ്റാണ്. എപ്പോഴും റെസ്യൂംസ് അയക്കുമ്പോൾ ഒരു PDF ഫോർമാറ്റിൽ അയക്കാൻ ശ്രമിക്കുക, കാരണം അത് ഓപ്പൺ ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ദെൻ അതുപോലെ തന്നെ റെസ്യൂമിന് ഒരു പേര് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ കൃഷ്ണേന്ദു ലാലാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വിദ്യാദാസൻ അയക്കണമെങ്കിൽ വിദ്യാദാസ് -resume എന്നോ അല്ലെങ്കിൽ വിദ്യാദാസ് -professional summary എന്തോ കൊടുത്ത് ആ രീതി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഡൗൺലോഡ് ചെയ്താലും അവർക്ക് സേവ് ചെയ്യാൻ അത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ മെയിലിൽ നിങ്ങളുടെ ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഗ്രാമറിൽ പോലത്തെ ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളുടെ എഴുതിയിരിക്കുന്നതിൻ്റെ ഗ്രാമർ കറക്റ്റ് ആണെന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്കൊരു കമ്പനിക്ക് മെയിൽ അയച്ചു, നിങ്ങൾ ആരെങ്കിലും കമ്പനീസിന് മെയിൽ അയച്ചിട്ടുണ്ടോ?
ജോബ് ഓപ്പണിംഗ് ഒന്ന് മെയിൽ അയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്തിട്ട് ആൾക്കാരുണ്ടോ? ചില കേസുകൾ നമ്മളിങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യും, പക്ഷെ നമുക്ക് അങ്ങനെ മെയിൽ അയച്ചാൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ റെസ്പോൺസ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ആ കേസിൽ നമ്മൾ പയ്യെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറയും. ആ കമ്പനിയെ പറ്റി ഒന്ന് വിളിച്ച് നോക്കുക, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ലിങ്ക്ഡിനിൽ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ദെൻ വേണമെങ്കിൽ ആ മെയിലിന് ഒരു റിപ്ലൈ കൊടുത്ത് നോക്കുക. പക്ഷെ അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ചെയ്ത് 2-3 വട്ടമൊക്കെ നമുക്ക് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കാം. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് സ്റ്റേജാണ് നമുക്ക് വരുന്ന ഒരു ഇന്റർവ്യൂ. നിങ്ങളൊരു കമ്പനി ഇനീഷ്യൽ സ്ക്രീനിങ് അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ മുഖത്തൊരു ഇത് വേണം, ഒരു കോൺഫിഡൻസ് വേണം. അതുപോലെ തന്നെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ഡയറക്റ്റ് ആ ഇന്റർവ്യൂവറെ തന്നെ ഒരു നല്ലൊരു ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ദെൻ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഡ്രസ്സിങ് തന്നെ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ഡ്രസ്സിങ് പോകാൻ നോക്കുക. അതായത് ഞാൻ പറയുന്നത് ശരിയാണ്, പലരും ക്യാഷ്വൽസ് ഒക്കെ ഇട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് ക്യാഷ്വൽ എന്നൊക്കെ പറയും. ബട്ട് നിങ്ങൾ ആസ് എ ഫ്രഷർ നിങ്ങൾ ജോലി നോക്കുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ഫോർമൽ പാൻറ് അല്ലെങ്കിൽ ഫോർമൽ ലേഡീസ് ആണെങ്കിൽ ഫോർമൽ ഡ്രസ്സ് കീപ്പ് ചെയ്യാനേ പറയത്തുള്ളൂ. ഇതൊക്കെ ഇന്റർവ്യൂർക്ക് ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ദെൻ അതുപോലെ തന്നെ ഡോണ്ട് ഫേക്ക്, ഡോണ്ട് ചീറ്റ്. ഡോണ്ട് ഫേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ടെക്നോളജീസ് നമ്മൾ എഴുതി വെക്കരുത് റെസ്യൂമിൽ. ചിലപ്പോൾ അതിലൊക്കെ ആരും കയറി ചിലപ്പോൾ അവർ ഇന്റർവ്യൂ നിങ്ങൾ എടുക്കാൻ പോകുന്ന റിയാക്ട് ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ലിനക്സ് എന്നും ജാവ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇന്റർവ്യൂ അതിൽ കയറി ജോയിൻ ചെയ്യും. ഡോണ്ട് ചീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫേക്ക് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു ഫേക്ക് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ജോലിക്ക് കയറിയാൽ പോലും ആ കമ്പനിയുള്ളവർക്ക് ഒരു വിത്തിനൊരു 10-15 ഡേയ്സ് മനസ്സിലാവും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ലൈക്ക് ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പല കാര്യങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. ദെൻ ഒരു കമ്പനി കയറിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. നിങ്ങൾക്ക് തന്നെ ഇത് വേണം, ഞാൻ ഒന്ന് ലൈക്ക് എനിക്ക് മുന്നോട്ട് കയറി പോകണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റോളിൽ മാത്രം ഇരുന്ന പോലെ എനിക്ക് നെക്സ്റ്റ് ലെവലുകളിലേക്ക് പോകണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണം. ദെൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ചില കമ്പനി നമ്മൾ എടുത്തുനിന്ന് വരില്ല. ഇപ്പം നിങ്ങൾ ഒരു 5 പേര് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ 5 പേരെയും കമ്പനി എടുത്തുനിന്ന് വരില്ല. ചില കേസിൽ റിജക്ഷൻ വരും. റിജക്ഷൻ വന്ന് എന്താ ഉണ്ടാവേണ്ടത്, നിങ്ങളെ കമ്പനിയോട് ചോദിക്കാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ ആ HR-നോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകണമെങ്കിൽ അവിടുത്തെ പ്ലേസ്മെന്റ് ഓഫീസറോട് ചോദിക്കുക, എന്താണ് എനിക്ക് പറ്റി തെറ്റ്, ഞാൻ എൻ്റെ എന്തിലായിരുന്നു എനിക്ക് മാർക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ ആപ്റ്റിറ്റ്യൂഡാണ് ഫെയിൽ ആയത്, ആ കാര്യം ചോദിക്കുക. എവിടെയാണ് ഫെയിൽ ആയത് ആ ഏരിയയിൽ നിങ്ങൾ ഗൈഡൻസ് സീക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ ട്രെയിനറിൽ നിന്നാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്നാവാം. ദെൻ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ആവാം. ദെൻ നെക്സ്റ്റ് ഇന്റർവ്യൂ പോവുക. അതുപോലെ തന്നെ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പോളിഷ് ചെയ്ത് പോവുക, അപ്സ്കിൽ ചെയ്യുക, നെക്സ്റ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നവരെ. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറെ 1-2 ചെറിയ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തായാലും ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ ഒക്കെ പോകുന്ന നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ ഇല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോർമൽ ജിമെയിൽ ഇല്ലേ, ജിമെയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലേ, പറ്റുമെങ്കിൽ ആ ഇമെയിൽ മാറ്റിയിട്ട് നിങ്ങൾ അതിന് ഈ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കാൻ നോക്കുക. അതും ആ ഇമെയിലിന്റെ പേര് കൊടുക്കുമ്പോൾ ഒരു കുറച്ചും കൂടി നല്ലൊരു പ്രൊഫഷണൽ നെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ജോലി ആഗ്രഹിക്കുന്നവരല്ലേ? യെസ് ഓർ നോ? ജോലി ആഗ്രഹിക്കുന്നവരല്ലേ? സോ നിങ്ങൾക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് എനിക്കറിയാം. സോ നിങ്ങൾക്കൊരു ജോലി വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു IT ജോബ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു നൗക്കറിയിൽ നിന്നാവാം, ചിലപ്പോൾ ഒരു ലിങ്ക്ഡിനിൽ നിന്നാവാം, നിങ്ങൾക്ക് ഒരു ഇൻഡീഡിൽ നിന്നാവാം, ചിലപ്പോൾ ഇതൊന്നുമല്ല. ഞാൻ വീണ്ടും പറയുന്ന ഒരു ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഏത് വഴിയിൽ നിന്നാണ് പറയാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 2005 2010 11 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ജോലി പോകുന്നത്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കമ്പനി പെട്ടെന്ന് പോയിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒരു ജോലി കണ്ടുപിടിച്ച ഒരു കൺസൾട്ടൻസി വഴിയാണ്. ഇതും കഴിഞ്ഞ് 2016 മെയ്യില് എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാൻ പിന്നെ എനിക്കൊരു ബാംഗ്ലൂർ ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു ജൂണിൽ. ഇപ്പം ഈ ഫാദർ മരിച്ച സമയത്തും നമുക്കൊരു 10-15 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒരുപാട് കമ്പനിക്ക് മെയിൽ അയക്കുമായിരുന്നു, എൻ്റെ റെസ്യൂംസ് അയച്ചു കൊടുക്കുമായിരുന്നു, ലിങ്ക്ഡിൻ വഴി നോക്കുമായിരുന്നു, നൗക്കറി, ഇൻഡീഡ് തുടങ്ങി ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട് എല്ലാ പ്ലാറ്റ്ഫോം വെച്ച് നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രോപ്പർ റെസ്പോൺസ് എങ്ങനെയും കിട്ടിയിരുന്നില്ല. പക്ഷേ ഒരാൾ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ചോദിച്ചോളൂ. ഫാസിലാണ് ഡൗട്ട് ചോദിച്ചത്. ഫാസിൽ ടൈപ്പ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പല ഡയറക്റ്റ് വഴികൾ നോക്കിയിട്ടെങ്കിൽ ജോലി കിട്ടാൻ വന്നപ്പോൾ അവസാനം ഞാൻ ചെയ്തത്, ഞാൻ റെസ്യൂംസ് കുറച്ച്
ഒരു 4-5 കോപ്പി റെസ്യൂം പ്രിന്റ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ടിപ്പ് ടോപ്പിൽ ഡ്രസ്സ് ചെയ്ത് എനിക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എറണാകുളത്തുള്ള പല പല കൺസൾട്ടൻസി പല പല കമ്പനീസിൽ ഡയറക്റ്റ് പോയി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം എനിക്കൊരു ചെറിയ കൺസൾട്ടൻസി, ഒരു ചെറിയ റോഡ് സൈഡിൽ കണ്ട ഒരു വളരെ ചെറിയ കൺസൾട്ടൻസി, അതായത് അവർ IT ജോബൊന്നും ചെയ്യുന്നവരല്ല, അല്ലാണ്ടുള്ള ചെറിയ ചെറിയ വർക്കിന് കൊടുക്കുന്ന ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ആ കൺസൾട്ടൻസി ഞാൻ കയറി ചോദിച്ചു. ആ ഒരു വഴിയാണ് ഞാനൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഈ ഒരു മേഖലയിലേക്ക് ആദ്യമേ കിടക്കുന്നത് 2016. അവരാണ് എനിക്കൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എന്നോട് പറഞ്ഞു ഇന്ന് തന്നെ പോയി MD കാണണം. പക്ഷെ ഞാൻ അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ആണ്. ഞാൻ എൻ്റെ ഫുൾ ടിപ്പ് ടോപ്പ് ഡ്രസ്സാണ്, എൻ്റെ റെസ്യൂംസ് ഉണ്ട്, ഞാൻ ഡയറക്റ്റ് MD കാണുന്നു. അങ്ങനെ എൻ്റെ ഒരു മാസത്തോളം നീണ്ട ജോബ് ഹണ്ടിന് ശേഷം എനിക്കൊരു ഓഫർ ലെറ്റർ ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായി, നമുക്ക് മുന്നോട്ട് പോകണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി അവിടെ നിന്ന് ഞാനൊരു 6 മാസത്തോളം വർക്ക് ചെയ്തു. അത് ഞാൻ നെക്സ്റ്റ് വേറൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാറി. അവിടെയും കുറച്ച് വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, എനിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സ്വന്തമായിട്ട് ലൂമിന ടെക്നോളജി തുടങ്ങിയത്. ഇന്ന് നമ്മളിപ്പോൾ 6 വർഷം എത്തി നിൽക്കുകയാണ്. ഡൗട്ട് ചോദിക്കുന്ന ആൾ ചോദിച്ചില്ല കേട്ടോ. അത് പറഞ്ഞല്ലോ. സോ എനിക്ക് ഇത്ര പറയണത് നിങ്ങളോട്, നിങ്ങൾ ഡ്രീം ബിഗ്, അതായത് വലിയ വലിയ കാര്യങ്ങൾ ഡ്രീം ചെയ്യാം. ദെൻ അതിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം. അതിലെന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകണം. അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പണിങ്ങിലേക്ക് ഞാൻ ജോബിലേക്ക് എത്തിച്ചേരുന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണം. ജോബിലേക്ക് എത്തിച്ചേരാൻ മാത്രമല്ല, ആ ജോബിൽ ഞാൻ മുന്നോട്ട് പോകും, നെക്സ്റ്റ് ലെവൽ എംപ്ലോയി ആവും, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ സ്വന്തമായിട്ട് ജോബ് ചെയ്യാൻ പറ്റും ആ ലെവലിലേക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റും. ഒരു എംപ്ലോയി ആയിട്ടിരിക്കാനല്ല, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു എംപ്ലോയർ ആവാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന്. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാൻ എന്നോട്? ഹലോ സാറേ. പറഞ്ഞോളൂ. സാറ് ഓൾറെഡി പറഞ്ഞതായിരിക്കും, പക്ഷെ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഇത് കട്ടായി പോയോണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മേ ബി ഈ ലിങ്ക്ഡിൻ വഴിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാം പേജ് വഴി കമ്പനി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അവരുടെ ലിങ്ക്ഡിൻ പേജിൽ പോവുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് ജസ്റ്റ് ഒന്നുകൂടെ പറയാവോ? ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കമ്പനിയുടെ പേജ് ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ സാർ. ഞാനൊരു സിമ്പിളായിട്ട് ഞാൻ ഈ ലോജിക് പ്ലം എന്ന കമ്പനി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് പേജുള്ള കമ്പനിയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കമ്പനിയിൽ പോയിട്ട് ഇതിനെ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ പേജിലേക്ക് കയറാം. ആ കമ്പനി പേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ജോബ്സ് എന്നൊരു ഏരിയ പോയി നോക്കാം. ജോബ്സിൽ പോയി അവരെന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം ആദ്യം, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ആ കമ്പനിയുടെ പോസ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കൾച്ചറൽ കാര്യങ്ങൾ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പണിംഗ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നു. ചില കമ്പനീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബിൻ്റെ ഒക്കെ ഡ്രൈവ് ചിലപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ് ആക്കിയിട്ട് ഇടാം. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് പീപ്പിൾ എന്നൊരു ഏരിയയിൽ പോകാം. ഈ പീപ്പിൾ എന്നൊരു ഏരിയയിൽ പോയാൽ ഞാനിപ്പോൾ ഈ ഓൾറെഡി ഇതൊക്കെ എൻ്റെ ഇവിടെ പഠിച്ച കുട്ടികളാണ്, ആദിത്യ ഭരത്, അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ കാണിച്ചു, ജ്യോതിസൊക്കെ ഇവിടെ പഠിച്ച കുട്ടികളാണ്. നിങ്ങൾ നോർമലി കയറുമ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോക്കാം. ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആരോടാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കമ്പനിയുടെ CTO, ഒരു കമ്പനി സൈസ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും. ഈ കമ്പനി എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഐഡിയ കിട്ടും. ദെൻ ആ ഒരു ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ കമ്പനിയിൽ മസ്റ്റായിട്ട് HR എന്തായാലും നിങ്ങൾ കണക്ട് കൊടുക്കണം. HR അല്ലെങ്കിൽ ടാലന്റ് അക്വിസിഷൻ നിങ്ങൾ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് ടെക്നിക്കൽ ടീം, ഇപ്പോൾ CTO അല്ലെങ്കിൽ സീനിയർ ആർക്കിടെക്ട്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഒരാളെ ഹയർ ചെയ്യുമ്പോൾ തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്തിട്ടേക്ക്, അത്രമാത്രം ചെയ്താൽ മതി. ഇനീഷ്യലി അത് മാത്രം ചെയ്താൽ മതി. ദെൻ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകാം. നിങ്ങൾ ചെയ്യുന്ന ജോബുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത് പോവുക. എന്തായാലും അവർ കണ്ടിരിക്കും. അവർ ലിങ്ക്ഡിനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ജോബിൻ്റെ ഓപ്പണിംഗ് വരാണ്, അല്ലെങ്കിൽ അവിടുത്തെ HR ഒരു ജോബ് പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ വഴി അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇൻഫോപാർക്ക് ജോബ്സ് വഴിയോ ടെക്നോപാർക്ക് ജോബ്സോ നൗക്കറിയോ എന്തെങ്കിലും വഴി നിങ്ങളൊരു ഓപ്പണിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരാളെ എടുക്കാം. ആ കമ്പനിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇതേ നിങ്ങൾക്കൊരു മെസ്സേജ് വർക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഞാനിങ്ങനെ നിങ്ങളുടെ കമ്പനിയിൽ ഓപ്പണിംഗ് കണ്ടു, ഐ തിങ്ക് ഞാനൊരു കാൻഡിഡേറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്നൊന്ന് റെഫർ ചെയ്യാമോ? അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സീനിയർ ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂംസ് ഒന്ന് അയച്ചു കൊടുത്തു നോക്കാം, എന്നൊന്ന് റെഫർ ചെയ്യാൻ പറ്റുമെന്ന്. ലിങ്ക്ഡിനിൽ ആരും തന്നെ അങ്ങനെ ഒരു ഉപേക്ഷ വയ്ക്കത്തില്ല. അവർ ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എടുത്ത് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ടല്ലേ ജോബിൻ്റെ ഓപ്പണിംഗ് ചെയ്തു. ഇതാണ് ലിങ്ക്ഡിനിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രോസസ്സ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അയാൾ ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഒന്ന് അയച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞോളൂ.
ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ, പേരെന്തായിരുന്നു? സാറേ, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു സാലറി ഹൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കമ്പനി സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമല്ലോ. അത് വരാറുണ്ട് പലപ്പോഴും, ശരിയാണ്. അത് ഓക്കെ, കമ്പനി പക്ഷെ വിളിക്കും, അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുമായി ഡിപ്പെൻഡ് കൂടി ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ. പക്ഷെ എപ്പോഴും കമ്പനി നമ്മൾ അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ. ലൈക്ക് ഇപ്പം ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ വർക്ക് ചെയ്തിട്ട് അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് നല്ലതല്ല. അപ്പൊ ഒരു ഇല്ല, 2 ലൈക്ക് ഇയർ എത്ര വർക്ക് ഇയർ ചെയ്ത് സ്വിച്ച് ചെയ്യണം. കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന്. അല്ല, നിങ്ങളൊരു 2 ഇയർ നിങ്ങൾ എപ്പോഴാണ് കമ്പനി സ്വിച്ച് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ 5-6 കമ്പനി സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കമ്പനി കയറിയിട്ട് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഒരേ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നുമില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന വർക്ക് സെയിം വർക്കാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൈക്കൊന്നും കിട്ടണില്ല. സാലറി ഹൈക്ക് മാത്രമല്ല, നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടണ്ട. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്ഥിരം ഒരേ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സ്വിച്ച് ചെയ്യാം. പിന്നെ ആസ് എ ഫ്രഷർ നിങ്ങൾ കമ്പനി കയറിയിട്ട് ഫസ്റ്റ് ജോബ് സ്വിച്ച് ചെയ്യാൻ ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 2 ഇയേഴ്സ് എങ്കിലും ഫസ്റ്റ് ജോബിൽ നിൽക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ സാറേ, താങ്ക് യു. ഒന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ്. ഞാൻ ആദ്യത്തെ കമ്പനിയിൽ ഞാൻ 1 ഇയർ 10 months വർക്ക് ചെയ്തിരുന്നു. കാരണം ഞാൻ അവിടെ ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ഒരേ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അടുത്ത കമ്പനി കയറിയിട്ട് 3 ഇയർ 5 months ഞാൻ നിന്നു. 3 ഇയർ 5 months ഞാൻ എന്തുകൊണ്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല. അതായത് സാലറി ഹൈക്കൊന്നും കാര്യം കിട്ടുന്നില്ല. ഞാൻ ഈ ഫസ്റ്റ് കമ്പനി എൻ്റെ ശമ്പളം 3500 രൂപയായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് സെക്കൻഡ് കമ്പനി മാറിയപ്പോൾ എനിക്കതൊരു അപ് ടു 15-16 ഒക്കെ വരെ പോയിരുന്നു. പക്ഷെ അതും അത്ര വലിയൊരു ഹ്യൂജ് ഹൈക്കൊന്നും എനിക്ക് കിട്ടണ്ടായിരുന്നില്ല. പക്ഷേ ഈ 16 നിന്ന് ഞാൻ ബാംഗ്ലൂർക്ക് ജമ്പ് ചെയ്യുമ്പോൾ എൻ്റെ പാക്കേജ് ഒറ്റയടിക്ക് 33,000 സാലറി, അത് 4.3 ആയിരുന്നു പാക്കേജ്. അവിടെ നിന്നും പിന്നെ ഞാൻ ഫ്ലിപ്പ് ക്ലാസ്സിലേക്ക് മാറി. അതുവരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ 2 കമ്പനികളുടെ ഒരു US ആയിരുന്നെങ്കിൽ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിലേക്ക് മാറി. അപ്പോൾ അവിടെ പറഞ്ഞ പോലെ വർക്കിൻ്റെ സ്ട്രക്ചർ വെച്ച് വ്യത്യാസം ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നത്തെ എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ബാംഗ്ലൂരിലേക്ക് വിട്ട് വരേണ്ടി വന്നു. പക്ഷെ ഇവിടെ എനിക്കൊന്ന് സാലറി താഴേണ്ടി വന്നു. ഒരു പോസ്റ്റ് ഉണ്ട്, ഇതൊരു പോസ്റ്റാണ്. ഞാൻ ഈ വർക്ക് ചെയ്തതിൻ്റെ സാലറീസ് ആണ് ഈ കാണുന്നത്. 30,000 ആയിരുന്നു, പിന്നെ അതിലേക്ക് മാറി 60,000. പക്ഷെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ എനിക്കൊന്ന് സാലറി ഹിറ്റ് എടുക്കേണ്ടി വന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് ഞാൻ എൻ്റെ ഡൊമൈൻ ചേഞ്ച് ആയി കംപ്ലീറ്റ്ലി. എൻ്റെ ഡൊമൈൻ ചേഞ്ച് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ മെട്രോ സിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത് കൊച്ചി അത്രയും സാലറി ഉണ്ടായിരുന്നു കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹോം ടൗൺ ആണ്, അതുകൊണ്ട് മാത്രം നമുക്ക് അത്ര മാനേജ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. സോ നിങ്ങൾക്കൊരു കമ്പനി കയറിയിട്ട് നിങ്ങൾക്ക് ഹൈക്ക് കിട്ടുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല സാലറി വരുന്നുണ്ട്, കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനി മാറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ലൈഫിൽ കുറച്ചും കൂടി വലിയൊരു അച്ചീവ്മെന്റ്സ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ 50,000 സാലറി ഉള്ള സമയത്ത് നമുക്ക് നെക്സ്റ്റ് 75ലേക്ക് പോകണം തോന്നാണ്. 75 എത്തുമ്പോൾ നമുക്കൊരു 1.25 പോകണം തോന്നാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ ടെക്നോളജീസ് മാറുന്നതനുസരിച്ച് പിന്നെ കമ്പനി ലൈക്ക് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മുടെ കുറേ ഒരു യുക്തി പോലെ ചെയ്യാം. പക്ഷേ ഈ 6 മാസം 1 ഇയർ ഒക്കെ ജമ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കളയുമ്പോൾ നിങ്ങൾ ആരും എടുക്കാവുന്ന അവസ്ഥ വരും. ഒരു നല്ലൊരു 2 കൊല്ലം 3 കൊല്ലം ഒരു കമ്പനി വർക്ക് ചെയ്തിട്ട് പിന്നെ മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആൾ ഒന്നൊരു മറുത്തിട്ടാണ്, അല്ലെങ്കിൽ നല്ല ഹൈക്ക് നോക്കി മാറുന്നതാണ്. പക്ഷേ ചില ആൾക്കാരുണ്ട് 6 മാസം 7 മാസമൊക്കെ ഇവിടെ 25,000 കിട്ടും, 7 മാസം കഴിയുമ്പോൾ അവിടെ 30,000 എന്ന് പറയുമ്പോൾ അങ്ങനെ ആടും. ഇതൊരു 3-5 വട്ടം ചാടി കഴിയുമ്പോൾ നിങ്ങൾക്കത് പയ്യെ ലോക്ക് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സോ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും? നിങ്ങൾക്കിനി ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം. ഇത് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്, KM രാഹുൽ ലൂമിനാർ എന്നാണ്. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കാരണം ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ലൂമിനാറിൽ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. IT ജോലി ആഗ്രഹിക്കുന്ന ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏത് തരത്തിലുള്ള ലൈക്ക് അത് അഡ്വൈസ് ആയിക്കോട്ടെ, കരിയർ ഗൈഡൻസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഇനി വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ശരത് എന്താ ചെയ്യണ്ടേ? സെഷൻസ് മൊത്തത്തിൽ ഓവർ ആയതായിരുന്നു. കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ശരത്തിന്റെ സെഷനിലും അത് ലുമിനാറിന്റെ ആ സെഷനിലൊക്കെ നിങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സെഷനൊക്കെ? നന്നായിരുന്നോ? ഓക്കെ, നിങ്ങളങ്ങനെ സെഷൻ നല്ലതാണെന്ന് നമ്മളൊരു റിവ്യൂ ഫോം ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാവുന്നതാണ്. ഇത് ട്രിവാൻഡ്രം മാത്രമാണ് നിങ്ങൾ കുട്ടികൾ? ട്രിവാൻഡ്രത്ത് കുട്ടികളുണ്ടോ കൊച്ചിയാണ് ഇവര്? ട്രിവാൻഡ്രം നിങ്ങൾ? ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോടുണ്ട്. ഓക്കെ നമുക്ക് ഓക്കെ ഇത് കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് ലൂമിനാറിന്റെ ഏതെങ്കിലും പേജ് ഉണ്ട്, ലൂമിനാറിന്റെ കൊച്ചി പേജ് ഉണ്ട്, ലൂമിനാർ ട്രിവാൻഡ്രം കാലിക്കറ്റ് ഉണ്ടെങ്കിൽ ലൂമിനാർ ടെക്നോളജി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ ഒരു റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ സാറിന്റെ സെഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവ്യൂ കൊടുക്കാം. അത് അവർക്കൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ എല്ലാവർക്കും
ഞാൻ ഒരു നല്ലൊരു കാരിയർ അല്ലെങ്കിൽ നല്ലൊരു ഇത് വിഷ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷാത്ത്, ഞാൻ എക്സിറ്റ് ചെയ്തോട്ടെ എന്നാ. ഓക്കെ, താങ്ക്സ് സർ, താങ്ക്സ് സർ. സോ ഇന്ന് നമ്മൾ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3-4 ടൂൾസ് ഉപയോഗിച്ചു. ആദ്യം തന്നെ ഗിറ്റ് ഉപയോഗിച്ചു. ഗിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വേർഷൻസ് ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോഡിനെ കൊണ്ടുപോയിട്ട് ക്ലൗഡിൽ കൊണ്ടുവന്നിടാൻ വേണ്ടി നമ്മൾ ഗിറ്റ് ഹബ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഗിറ്റ് ഹബിൽ ഇട്ട കോഡിനെ ബാക്ക് എൻഡിനെ നമ്മൾ റെൻഡർ ഉപയോഗിക്കും, ഫ്രണ്ട് എൻഡിനെ നമ്മൾ വെർസൽ ഉപയോഗിച്ചും ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഈ ചാറ്റിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടോ ഒന്ന് ചോദിച്ചിടാം. ഇപ്പോൾ ലേറ്റ് ആയിട്ട് കുറച്ച് പേര് കയറുന്നുണ്ട്, അവർ ജസ്റ്റ് ഒന്ന് റെക്കോർഡിങ് കണ്ടിട്ടൊന്ന് ഹോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ബേസ് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. HTML ആയാലും ബേസ്, CSS ആയാലും ബേസ്, ബൂട്ട്സ്ട്രാപ്പ് ആയാലും റിയാക്ട് ആയാലും എക്സ്പ്രസ് ആയാലും നോഡ് ആയാലും MongoDB ആയാലും എല്ലാം എന്താണ്, ബേസ് ആണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ചെറിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ പഠിക്കുക. കൂടുതൽ ഇപ്പൊ നമുക്കൊരു ചെറിയൊരു സ്റ്റാർട്ടിങ് കിട്ടിയല്ലോ. ഇനിയിപ്പോ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ പഠിക്കുക. എന്തായാലും പഠിക്കണം. നമുക്കൊരു ചെറിയൊരു നോളജ് കിട്ടിയല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് വെച്ചിട്ട് ബാക്കിയൊക്കെ നല്ല രീതിക്ക് പഠിക്കുക. എന്തുണ്ടെങ്കിലും ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു എവരി വൺ. താങ്ക് യു.